അല്പം പോലും വിചാരിച്ചില്ല കേട്ടോ. ഇറങ്ങി പുറപ്പെട്ടെന്നേ ഉള്ളൂ. സന്തോഷം കൊണ്ടാണ് ലൈഫ് നന്നായിട്ട് ആസ്വദിക്കാനുള്ള ഒരു വേക്കപ്പ് കോളാണ്. ഇത്രയും നാൾ ഇതൊക്കെ ഉണ്ടായിട്ട് ഞാനിതിൽ തൊട്ടുപോലും നോക്കിയിട്ടില്ല, കേറി പോലും നോക്കിയിട്ടില്ല. താങ്ക് യു മഹാമനസ്ക. അവസാനത്തെ കീമോ കഴിഞ്ഞ് 25 ദിവസത്തിനുള്ളിൽ, അതും സർജറിക്ക് തൊട്ട് മുമ്പായിട്ട് 13 കിലോമീറ്റർ നടക്കാൻ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും പ്രാപ്തമാക്കിയ എല്ലാ കാര്യങ്ങളും കുറച്ചേറെ സീക്രട്സും ഉണ്ട് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ ഉടനീളം പറയുന്നത്. ക്യാൻസർ രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വളരെയധികം ഉപകാരപ്രദമാകും എന്നുറപ്പുള്ള കാര്യങ്ങൾ. എൻ്റെ ക്യാൻസർ ജീവിതത്തിനിടയ്ക്ക് ഞാൻ അറിഞ്ഞതും പഠിച്ചതുമായ ഒരുപാട് കാര്യങ്ങൾ ഈ യാത്രയിൽ വ്യക്തമാക്കുന്നുണ്ട്. വളരെ കൗതുകമുണർത്തുന്ന ഈ യാത്ര യൂറോപ്പിലെ കാടിൻ്റെ ഭംഗിയും ഇവിടുത്തെ ആളുകളുടെ സ്പന്ദനവും അറിഞ്ഞ് സ്പെയിനിൻ്റെ ഹൃദയഭാഗത്ത് എത്തി അവസാനം അവിടെ നിന്ന് ട്രെയിൻ കയറി തിരിച്ചെത്തുകയും ചെയ്ത വളരെ രസകരവും സംഭവ ബഹുലവുമായിരുന്നു. ഹലോ, ഇന്ന് ഞാൻ വലിയൊരു സാഹസികതയ്ക്ക് പോകാൻ പോവാണ് കേട്ടോ. എന്താണെന്നല്ലേ, ഒരു 10 കിലോമീറ്റർ നടക്കണം എന്നാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം. അതിമോഹമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ശ്രമിക്കും. എന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം കീമോ കഴിഞ്ഞിട്ട് ഓപ്പറേഷന് റെഡിയായി ഇരിക്കുകയാണ് ഞാൻ. ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് ഒരു 10 കിലോമീറ്റർ നടക്കണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ സാഹസികത എന്ന് പറഞ്ഞതിന് കാരണം ഇതാണ്. എൻ്റെ കാൽവിരലുകളൊന്ന് നോക്കിയേ, ഇത് കണ്ടോ, ഇതൊക്കെ പോയിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പഴുത്തിരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടും ഞാൻ കീമോ കഴിഞ്ഞ് എല്ലാ ദിവസവും നടക്കാൻ പോവായിരുന്നു കേട്ടോ. നടക്കുമെന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ എനിക്കൊരു 4-5 സ്റ്റെപ്പ് മാത്രമേ വെക്കാൻ പറ്റുമായിരുന്നുള്ളൂ. വിരലൊക്കെ ഞാനിങ്ങനെ പ്ലാസ്റ്റർ കൊണ്ട് കെട്ടി വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. നല്ല പഴുത്ത് തുടുത്തിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പഴുപ്പൊക്കെ ഇങ്ങനെ വന്നിട്ട് ഷൂസൊക്കെ നനയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കെട്ടി വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്. അപ്പോൾ അതാണ് എൻ്റെ ഇൻസ്പിറേഷൻ. കീമോ കഴിഞ്ഞ് തളർത്തിയ എൻ്റെ ഓരോ ശരീരാവയവങ്ങളെയും ഞാൻ വീണ്ടും യൂസ് ചെയ്ത് അതിനെ തട്ടി ഉണർത്താൻ ശ്രമിക്കുന്നതാണ് എൻ്റെ ഈ നടത്തം കൊണ്ടുള്ള മെയിൻ ഉദ്ദേശം. ആദ്യമൊക്കെ ഇങ്ങനെ വീട്ടിനകത്ത് തന്നെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ വീട്ടിൻ്റെ സ്റ്റെപ്സ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ സ്റ്റെപ്സുകൾ കയറി ഇറങ്ങാൻ വയ്യാതെ എത്ര ദിവസം ഈ സ്റ്റെപ്പിൽ കുത്തിയിരുന്ന് കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ ഞാൻ. പക്ഷെ എന്നാലും ശ്രമിക്കുമായിരുന്നു. എത്ര വയ്യായിക ഉണ്ടെങ്കിലും ചില ദിവസങ്ങളിലൊക്കെ കാലിൽ ഭയങ്കര നീരായിരിക്കും, നടക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ പോലും ഒരു 4-5 സ്റ്റെപ്പെങ്കിലും വീട്ടിനകത്തെങ്കിലും വയ്ക്കാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് പിന്നെ പുറത്തോട്ട് പോകും. മിക്കവാറും ദിവസങ്ങളിൽ പുറത്തോട്ട് പോകും. നടക്കാൻ എത്രയാണോ പറ്റുന്നത്, 2 മിനിറ്റാണ്, ചിലപ്പോൾ അതും പറ്റില്ല, 5-10 സ്റ്റെപ്പാണെങ്കിൽ അങ്ങനെ എല്ലാ ദിവസവും നടക്കാൻ പുറത്തോട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി ഒരു വലിയ ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചു. ഓപ്പറേഷന് മുമ്പ് 10 കിലോമീറ്റർ നടക്കണം. അപ്പോൾ ഇന്നതേ 10 കിലോമീറ്റർ നടക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. കൂടെ പോരുക, നോക്കാം സക്സസ് ആകുമോ ഇല്ലയോ എന്ന്. ഓക്കെ. വാക്കിങ്ങിന് മുമ്പായിട്ട് ശരീരത്തെ റെഡിയാക്കാൻ കുറച്ച് വാമപ്പ് ആവശ്യമുണ്ട് കേട്ടോ. അതിനാണ് ഈ കസർത്ത്. വലിഞ്ഞമർന്ന് ചുവട് വെച്ച് കണ്ണെത്തുന്നിടത്ത് കയ്യൊന്നും എത്തുന്നില്ലെന്നേ. പക്ഷേ നമ്മൾ പറ്റും പോലെയൊക്കെ ശ്രമിക്കും, അത്ര തന്നെ. കീമോ കഴിഞ്ഞ് എത്രയും വേഗം ശാരീരിക വ്യായാമം ചെയ്യണം എന്ന് ഡോക്ടർമാർ പറയുന്നത് എന്തിനാണെന്നറിയാമോ? കീമോയിലൂടെ എന്തുമാത്രം ചൂടാണ് നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നത് അല്ലേ. ഈ ചൂട് കൊണ്ട് കണ്ണ് വല്ലാതെ വരണ്ടിട്ടാണ് പിന്നീട് കണ്ണുനീരിങ്ങനെ തുടർച്ചയായിട്ട് ഒഴുകുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ മസിലുകളിലും ജോയിൻസിലും ആന്തരിക അവയവങ്ങളിലും സംഭവിക്കുന്നത്. നമ്മുടെ ശരീരം ഒരു പൂന്തോട്ടമാണെന്ന് സങ്കല്പിക്കുക. ഈ പൂന്തോട്ടത്തിലെ ചെടികൾക്ക് വെള്ളം കിട്ടാതായാൽ എന്താവും സംഭവിക്കുക? അവ വരണ്ട് പൂക്കൾ കൊഴിഞ്ഞ് ഇലകൾ കരിഞ്ഞ് വാടിപ്പോവും അല്ലേ. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഈ പൂന്തോട്ടത്തിലെ ചെടികളിൽ വെള്ളം നനയ്ക്കുന്ന ഇറിഗേഷൻ സിസ്റ്റം പോലെയാണ്. ചലനമില്ലാതെ ഇരിക്കുന്ന ശരീരത്തിൽ രക്തചംക്രമണം കുറയും. നമ്മുടെ ഉള്ളിലെ കോശങ്ങളിലേക്കുള്ള സർക്കുലേഷൻ മുടങ്ങിപ്പോവും. അതോടുകൂടി പലതരം വേദനകൾ ഉടലെടുക്കും. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഏറെ ബുദ്ധിമുട്ടുള്ളതായിട്ട് മാറുകയും ചെയ്യും. നല്ല തണുപ്പുണ്ടേ. അപ്പോൾ ഗ്ലൗസും തൊപ്പിയൊക്കെ വെച്ചില്ലെങ്കിൽ പണി കിട്ടും. ഈ ഏരിയയൊക്കെ ആയിരുന്നു ആദ്യം എൻ്റെ നടത്തത്തിൻ്റെ. കീമോ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊന്നും വേറെ ഒരിടത്തും പോകാൻ പറ്റില്ല. അപ്പോൾ അതെ ഇങ്ങനെ അങ്ങ് നടക്കുക. അതും എങ്ങനെയെന്നറിയാമോ, നമ്മുടെ ആദ്യം യോഗിയുടെ കൈ പിടിച്ചിങ്ങനെ പിച്ച വെച്ച് കുഞ്ഞുങ്ങൾ നടക്കില്ലേ, അതുപോലെ ഇങ്ങനെ പിടിച്ച് നടന്നുകൊണ്ടിരുന്നതാണ്.
ഇപ്പോൾ എൻ്റെ വാച്ചിൽ 93 സ്റ്റെപ്സും 0 മിനിറ്റുമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിനകത്ത് കുറച്ച് നടന്നില്ലേ, അതിൻ്റെയാണ് 93. അപ്പോൾ നമുക്ക് നോക്കാം എത്ര സമയം നമുക്ക് നടക്കാൻ പറ്റുമെന്നുള്ളത്. ഓക്കെ, ജോയിൻസ് ഒക്കെ ഇപ്പോഴും പെയിനാണ് കേട്ടോ. ഈ കീമയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണെന്ന് തോന്നുന്നു. നമ്മളെവിടെയെങ്കിലും ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കഴിച്ച് ഓരോന്നിങ്ങനെ വലിച്ച് നിവർത്തിയെടുക്കണം, നല്ല പെയിനായിരിക്കും. പക്ഷേ നടന്നു തുടങ്ങിയാൽ എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നാറില്ല. നടക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം നടന്നിട്ട് വരുമ്പോൾ പിന്നെ അന്നത്തെ ദിവസം നല്ല റിലീഫായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നടക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇനി അങ്ങോട്ട് വളരെ സുന്ദരമായ നേച്ചറാണ്, നിങ്ങൾക്ക് കാണാം ഈ പ്രകൃതിയുടെ ഭംഗി. അത് നടക്കുമ്പോഴത്തേക്ക് നല്ല എനർജിയാണ് കേട്ടോ. നല്ല ഫ്രഷായിട്ടുള്ള ഓക്സിജൻ കിട്ടുന്നതുകൊണ്ടായിരിക്കും നല്ലൊരു എനർജി ഫീൽ ചെയ്യും. ഈ വഴികളിലൂടെയൊക്കെയാണ് സ്ഥിരം നടക്കുന്നത്. ഇവിടെ ഒരു ഗ്രൗണ്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ ദിവസങ്ങളിൽ വീടിൻ്റെ ചുറ്റും തന്നെ കുറച്ച് നടക്കും. പിന്നെ ഒരു അല്പമെങ്കിലും നടക്കാൻ പറ്റും എന്ന് വരുമ്പോൾ ഈ ഗ്രൗണ്ടിൽ വന്ന് അവിടെയായിരുന്നു ഒരു കറക്കമൊക്കെ കറങ്ങിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ എനർജി കൂടുതലുള്ള ദിവസങ്ങളിൽ നമ്മളിപ്പോൾ പോണ റൂട്ടിൽ കൂടെ പോകാറുണ്ട്. ഇവിടെ ഒരു ചെറിയ അരുവിയുണ്ട്. അപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് മഞ്ഞുരുകി മുകളിൽ നിന്ന്, മലയുടെ മുകളിൽ നിന്ന് മഞ്ഞുരുകി വരുന്നതാണ് ഈ വെള്ളം. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചൊരു സംഗതിയുണ്ട്, അത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് സീക്രട്ട്. ശരീരത്തെ ചലിപ്പിക്കുക. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് പോലെ ചലിക്കാത്ത ശരീരത്തിൽ രക്തത്തിൻ്റെ ഒഴുക്ക് കുറയുകയും നീർക്കെട്ട് കൂടുകയും പലതരത്തിലുള്ള വേദനകൾ ശരീരത്തിൽ വന്നു ചേരുകയും ചെയ്യും. ഒഴുകുന്ന പുഴയിൽ തെളിഞ്ഞ വെള്ളം കാണുന്ന പോലെ വ്യായാമത്തിലൂടെ ശരീരത്തിലെ രക്തയോട്ടത്തിന് സഹായിച്ചാൽ പലതരത്തിലുള്ള വേദന കുറയ്ക്കാൻ സഹായിക്കും. ആദ്യത്തെ ദിവസമൊക്കെ ഞാൻ ഇതിൽ നടക്കുമ്പോഴത്തേക്ക് എൻ്റെ വിരലുകൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല, എല്ലാം ഇങ്ങനെ പഴുത്തിരിക്കുന്ന വിരലുകൾ ഈ ഷൂസിൻ്റെ അടിയിൽ കൂടെ തന്നെ ആയിരിക്കണം. ഇങ്ങനെ പ്രസ് ആകുമ്പോഴത്തേക്ക് ജീവൻ പോകുന്ന വേദനയായിരുന്നു, നല്ല പെയിന്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ആ പെയിന് വേദന ഉണ്ട് എന്ന് കരുതി ഞാൻ നടക്കാതിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴും നടക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്രയ്ക്ക് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു 6ാമത്തെ കീമോ കഴിഞ്ഞപ്പോഴത്തേക്ക്. ഞാൻ പറഞ്ഞില്ലേ, കംപ്ലീറ്റ് ഡാമേജായി. എൻ്റെ വിരലുകളായാലും കാലൊക്കെ, ദേഹം മുഴുവൻ സ്വെല്ലിങ്ങായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വേദനയാണ്, ഇത്രയും പെയിൻ എനിക്കുണ്ട്. എങ്ങനെ എനിക്ക് ഷൂസ് ഇടാൻ പറ്റുമെന്ന് ആദ്യം ഞാൻ ചിന്തിച്ചിരുന്നു. കാരണം ഈ കാലെല്ലാം പഴുത്ത് പൊട്ടുന്നത് കൊണ്ട് എങ്ങനെ എനിക്ക് ഷൂസ് ഇടാൻ കഴിയും എന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ വിചാരിച്ചു എല്ലാത്തിനും നമുക്കൊരു സൊല്യൂഷനുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ കെട്ടി വയ്ക്കാൻ തുടങ്ങിയത്. ആദ്യം കോട്ടൺ തുണിയൊക്കെ വെച്ചിട്ടാണ് കെട്ടിയത്. കാരണം പഴുപ്പ് പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നല്ലോ, പഴുപ്പും ബ്ലഡും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കെട്ടി വെച്ചിട്ട് ഞാൻ ഷൂസിനകത്തോട്ട് എൻ്റെ കാൽവിരകളെ തിരികെ കെട്ടി പതിയെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യാൻ പോയില്ല കേട്ടോ. പക്ഷേ ഞാനായിക്കൂടെ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഓരോ ദിവസവും. നമ്മൾ തന്നെ ശ്രമിച്ചേ പറ്റുള്ളൂ. കാരണം എനിക്ക് വയ്യ, ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ എൻ്റെ കൈവിരലുകൾക്കും ഇതേ പ്രശ്നമുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനിരുന്ന് പറ്റാതെ ഞാനിങ്ങനെ വെറുതെ ഇരുന്നാൽ എൻ്റെ ജോയിൻസൊക്കെ കൂടി ജാമായി പോകത്തേ ഉള്ളൂ. കീമോയുടെ എഫക്റ്റ് അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് മുതലേ ശ്രമിച്ചത് കൊണ്ടായിരിക്കണം ഇപ്പോൾ എനിക്ക് ഈ രീതിയിലെങ്കിലും, ഞാൻ പെർഫെക്റ്റ് അല്ല ഇപ്പോൾ, എനിക്കറിയാം. എനിക്കിപ്പോഴും നല്ല പെയിനുണ്ട്, ശരീര അവയവങ്ങൾക്ക് ബലക്കുറവുണ്ട്. പക്ഷെ എന്നിട്ടും എൻ്റെ ഒരു ശ്രമം കൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ ഈ രീതിയിലെങ്കിലും നടക്കാൻ പറ്റിയത്. പിന്നെ വേറൊരു വലിയ ഘടകമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എത്ര ക്ഷീണം ഉണ്ടെങ്കിലും എൻ്റെ കൂടെയുള്ള ആൾ എന്നെ എപ്പോഴും ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഞാനിവിടെ ഇല്ല അല്ല, ഞാൻ പറയുന്നത് അതൊരു വലിയ ഘടകമാണ്. അതായത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരാളിതുപോലെ വയ്യായികയായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടായിട്ട് ഒരാൾ കൂടെ നിന്നിട്ടേ നമുക്ക് കുറച്ച് ദൂരം നടക്കാൻ പോകാം, നമുക്ക് ഇന്ന എക്സസൈസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടെ നല്ലതായിരിക്കും രോഗികൾക്ക്. കാരണം ഒരുപാട് തളർന്നിരിക്കുന്ന സമയത്തെ ഇതുപോലെ ഇത്രയും വേദനകളും ശരീരം മുഴുവൻ ഡാമേജ് ആയിരിക്കുന്ന സമയത്ത് ആരെങ്കിലും കൂടെയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രോഗികൾക്ക് കുറച്ചുകൂടെ ഒരു പ്രോത്സാഹനം കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂടെ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഇതുപോലെ വയ്യായിക ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കുക. അല്ല, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സാണ് എങ്കിലെങ്കിൽ ഇടയ്ക്ക് പോവുക, അവരെ വിസിറ്റ് ചെയ്യാൻ പോവുക. എന്നിട്ട് അവരുടെ കൂടെ ഒന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കുക പുറത്തോട്ടൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, എനിക്കിവിടെ ഒരാളുണ്ട്, ആ ആൾ ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും എന്നെ നടക്കാൻ കൊണ്ടുപോയേ. പക്ഷേ വേറൊരു കാര്യമുണ്ട്,
എന്നെ ഒറ്റയ്ക്ക് വിടാൻ ഇപ്പോഴും പേടിയാണ് പുള്ളിക്ക്. കാരണം ഈ ആദ്യമൊക്കെ ഭയങ്കര തലകറക്കമായിരുന്നല്ലോ. മിക്കവാറും ദിവസങ്ങളിൽ ഇറങ്ങിയിട്ട് തലകറങ്ങി ഞാൻ അവിടെ ഇരിക്കും. അപ്പോൾ ആൾക്ക് നന്നായിട്ട് അറിയാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എനിക്ക് നടക്കാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തും എൻ്റെ കൂടെ കുറച്ച് ദൂരം നടക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഞാൻ നടന്ന വഴികളൊക്കെയാണിത്. ഈ ബെഞ്ചുകളൊക്കെ കണ്ടോ, എത്രയോ ദിവസം ഞാൻ നടന്നിട്ട് തളർന്ന് കുത്തിയിരുന്ന ബെഞ്ചുകളൊക്കെയാണ് ഇവിടെ. കാരണം പലപ്പോഴും ഇങ്ങനെ ഒരുപാട് നടക്കാൻ പറ്റില്ല. അപ്പോൾ കാണുന്ന ബെഞ്ചുകളിലൊക്കെ കയറി കുറേ നേരം ഇരിക്കും. ചില സമയത്ത് ഇരുന്നിട്ട് തിരിച്ചു പോകും. എന്നെക്കൊണ്ട് ഇത്രേ പറ്റൂ എന്ന് മനസ്സിലാക്കി തിരിച്ചു പോകും. ചില ദിവസങ്ങളിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും നടക്കും. അടുത്ത സീക്രട്ടാണ് യോഗനിദ്ര. എന്താണ് യോഗനിദ്ര എന്ന് ചിലർക്കെങ്കിലും സംശയം ഉണ്ടായേക്കാം. യോഗനിദ്ര എന്നാൽ യോഗിക് നിദ്ര അല്ലെങ്കിൽ ബോധപൂർവം ഉറങ്ങുക എന്നാണ്. ബോധവും പൊക്കണോ ഇല്ലാതെ ഉറങ്ങി, ബോധം കെട്ട് ഉറങ്ങി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. എന്താണ് ഈ ബോധപൂർവമായ ഉറക്കം എന്നറിയണ്ടേ? മനസ്സിനെയും ശരീരത്തെയും പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു ധ്യാന പ്രക്രിയയാണ് യോഗനിദ്ര. യോഗനിദ്രയുടെ സമയത്ത് ശരീരം ആഴത്തിലുള്ള വിശ്രമ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. ചിട്ടയായ പരിശീലനം നമ്മുടെ ശരീരത്തെ രോഗശാന്തിയുടെയും പുനരുജ്ജീവനത്തിൻ്റെയും ആഴത്തിലുള്ള അവസ്ഥയിലേക്ക് പോകാൻ വരെ നമ്മെ സഹായിക്കും. ഈ പരിശീലന സമയത്ത് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ കുറയുന്നു, മെറ്റബോളിസം മന്ദഗതിയിലാകുന്നു, ഹോർമോൺ പ്രവർത്തനം വർദ്ധിക്കുന്നു. എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ലെന്നേ. യോഗനിദ്രയിൽ പറയുന്ന നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്ത് കിടന്നാൽ മാത്രം മതി. ഉണരുമ്പോൾ തന്നെ നമുക്ക് ഉന്മേഷം തിരിച്ചറിയാൻ സാധിക്കും. എല്ലാ ദിവസവും ഉച്ചഭക്ഷണത്തിന് ശേഷം ഒരു അരമണിക്കൂർ ഞാൻ യോഗനിദ്ര പ്രാക്ടീസ് ചെയ്തിരുന്നു. അതിൻ്റെ ഗുണം ഞാൻ പറയുന്നതിനേക്കാൾ അനുഭവിച്ച് തന്നെ അറിയുക. അതുപോലെ യോഗനിദ്രയുടെ ഏറ്റവും വലിയ ശക്തി എന്താണെന്നറിയാമോ? നമ്മുടെ സൈക്കോളജിയും പേഴ്സണാലിറ്റിയും വരെ കാലക്രമേണ പോസിറ്റീവായി വളർത്തിയെടുക്കാൻ വിധം അത്രയ്ക്ക് ശക്തിയുള്ളതാണ് യോഗനിദ്ര. അപ്പോൾ നമുക്ക് ഊഹിക്കാം ശരീര സൗഖ്യത്തിന് യോഗനിദ്ര എത്രമാത്രം നമ്മളെ സഹായിക്കുമെന്ന്. ഈ ബെഞ്ച് ഓർമ്മയുണ്ടോ? ഈ പ്ലേസ് ഇവിടെ തളർന്ന് കുത്തിയിരുന്നിട്ടാണ് നമ്മൾ കണ്ണീരിൻ്റെ വീഡിയോ ചെയ്തത്. അത് അത്രയും നടക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം കൂടെ നടന്നു. പക്ഷെ ഒരുപാട് ദൂരം അന്നും നടക്കാൻ പറ്റിയില്ല. അപ്പോൾ ഓരോ ഓർമ്മകളുണ്ട് ഓരോ സ്ഥലത്തിനും. ആദ്യമൊക്കെ നടക്കുമ്പോഴേ ഇപ്പോൾ നമ്മൾ കയറി ഇറങ്ങിയില്ലേ, ചെറിയ ഒരു കയറ്റിറക്കമുണ്ട് വഴികളിൽ. അപ്പോൾ ഇതൊക്കെ ആദ്യമൊക്കെ നടക്കുമ്പോൾ എൻ്റെ മുന്നിലൊരു വലിയ ഹിമാലയമായിരുന്നു കേട്ടോ. ചെറിയ കയറ്റിറക്കമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വമ്പൻ തടസ്സങ്ങളായിരുന്നു. നമ്മുടെയൊക്കെ ലൈഫിലും അങ്ങനെ ആയിരിക്കും. നമ്മൾ പലപ്പോഴും മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് വലിയ പ്രശ്നമായിട്ട് ഫീൽ ചെയ്യും. അന്നേരമൊക്കെ തോന്നിയതാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമ്മളൊന്ന് കൂളായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഇത് ഇത്രയേ ഉള്ളൂ. നമ്മളത് ഫേസ് ചെയ്യാൻ റെഡി ആയാൽ നമുക്ക് മനസ്സിലാവും ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. അപ്പോൾ ആ ചെറിയ കയറ്റിറക്കങ്ങൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. കാരണം നിങ്ങൾക്ക് കാണാം വലിയ കയറ്റിറക്കങ്ങൾ എന്ന് പറയും, ഈ നടക്കുന്നതിൻ്റെ ഇടയിലുള്ള കയറ്റിറക്കങ്ങളാണ്. അപ്പോൾ അത് കണ്ട് പേടിച്ചിട്ട് ഞാൻ നടക്കാതിരുന്നെങ്കിൽ ഞാൻ ഇന്നും നടക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുക. നെക്സ്റ്റ് സീക്രട്ടാണ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഇതൊരു വലിയ സീക്രട്ടൊന്നുമല്ല, എല്ലാവർക്കും അറിയാം കീമോ സമയത്ത് ധാരാളം വെള്ളം കുടിക്കണമെന്ന്. പക്ഷെ പറഞ്ഞിട്ടെന്താ, പലപ്പോഴും മനംപുരട്ടലും ഛർദിലും കാരണം നോർമൽ വാട്ടർ കുടിക്കാൻ കഴിയില്ല. ഈ സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള പാനീയങ്ങൾ എങ്ങനെയൊക്കെ കുടിച്ച് നമ്മുടെ ശരീരത്തെ ഹൈഡ്രേറ്റഡായി നിലനിർത്താം എന്നൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. മലരിട്ട വെള്ളം, കരിക്ക് വെള്ളം, നെല്ലിക്ക വെള്ളം, നാരങ്ങ വെള്ളം, മാതളനീര്, കുക്കുംബർ ജ്യൂസ് ഇവയൊക്കെ ക്ഷീണമകറ്റി നമ്മളെ ഹൈഡ്രേറ്റഡായി നിലനിർത്താൻ സഹായിക്കും. നമ്മളെ ഇപ്പോൾ എത്ര നടന്നു എന്ന് നോക്കാം. ഇപ്പോൾ 2772 സ്റ്റെപ്പായിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് 2 കിലോമീറ്റർ ആയിട്ടുണ്ട്. നമുക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. ഈ
സമയത്ത് എൻ്റെ ഓങ്കോളജിസ്റ്റ് തന്ന നല്ലൊരു ജ്യൂസ് റെസിപ്പി ഉണ്ട് കേട്ടോ. ഗസ്പാച്ചോ എന്നാണ് പേര്. തക്കാളിയും കുക്കുംബറും ഗ്രീൻ പെപ്പറും വെളുത്തുള്ളിയും ഒലിവ് ഓയിലും വിനെഗറും ഒക്കെ ചേർന്ന ഈ മിശ്രിതത്തിൽ വൈറ്റമിൻ എ, സി, ഇ എന്നിവ കൂടാതെ നിരവധി മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഓരോ ഗ്ലാസ് ഞാൻ കുടിക്കാറുണ്ട്. ചിലർ ഗപ്പാച്ചോ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. എന്തായാലും ഗുണമുള്ള സാധനമാണ്. അടുത്ത സീക്രട്ടാണ് എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം. നാം കഴിക്കുന്നതെന്തോ അതായിത്തീരുന്നു നമ്മൾ. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും കഴിച്ചോ, എങ്ങനെ വേണമെങ്കിലും കഴിച്ചോ എന്നൊന്നും ചിന്തിച്ചേക്കരുത്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ സമയത്ത് ടേസ്റ്റ് ഇല്ലായ്മയും വായ്ക്കകം മുഴുവൻ പൊട്ടുന്നതും ഛർദിലും കാരണം പലർക്കും നന്നായി ആഹാരം കഴിക്കാൻ പറ്റില്ലെന്നേ. പക്ഷേ എനിക്ക് എൻ്റെ പലതരത്തിലുള്ള പാനീയങ്ങളുടെ ഉപയോഗം കൊണ്ടാവാം ഛർദിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. വായ്ക്കകം പൊട്ടിയിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കീമയുടെ സമയത്ത്, നമ്മുടെ ഫേവറേറ്റ് ടേസ്റ്റുകളായ എരിവ്, പുളി, ഉപ്പ്, മധുരം എന്നിവ കുറയ്ക്കുന്നതാണ് ഉചിതം. അതുപോലെ തന്നെ പഴക്കമുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ആഹാരം കഴിയുന്നതും ഫ്രഷായി തന്നെ കഴിക്കാൻ ശ്രമിക്കുക. പഴങ്ങളും പച്ചക്കറികളും ചെറുമത്സ്യങ്ങളുമാണ് ഈ സമയത്ത് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. പഴങ്ങളിൽ പപ്പായ എൻ്റെ വായ്ക്കകം പൊട്ടിയിരുന്ന സമയത്ത് എൻ്റെ രക്ഷകനായിരുന്നു കേട്ടോ. അത് ഞാൻ നന്നായിട്ട് കഴിക്കുമായിരുന്നു. നമ്മളിപ്പോൾ 2.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞു. ഇതിനിടയ്ക്ക് നമ്മൾ 4 പ്ലേ ഗ്രൗണ്ടുകൾ കണ്ടിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ സ്പെയിനിലൊക്കെ സ്പോർട്സിന് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കും കേട്ടോ. ഇവിടെ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. നോക്കിയേ, ഒരു ഫാമിലിയിലെ എല്ലാവരും തന്നെ ഏതെങ്കിലും രീതിയിലുള്ള സ്പോർട്സ് അവർ. ഇതിപ്പോൾ എൻ്റെ ബാക്കിൽ നടന്നു വരുന്നവരെ നോക്കിയേ, എന്ത് പ്രായമുള്ളവരാ, എന്നിട്ട് അവർ എക്സസൈസ് ചെയ്യുന്നുണ്ടോ, നടക്കുന്നത് കണ്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ അമ്മമാരുണ്ട്, അവരുടെ അച്ഛന്മാരുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഫാമിലി സഹിതം ഇറങ്ങിയിരിക്കുക. അപ്പോൾ സ്പോർട്സിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇവരെല്ലാവരും. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാവരും നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് പോയാലേ പിന്നെ ഒരു കാടാണ്, കൊടും കാട്. ഞാൻ ആദ്യമായിട്ട് 5 കിലോമീറ്റർ നടക്കാൻ വന്നപ്പോൾ ഇതായിരുന്നു കേട്ടോ. ഇവിടെ വന്ന് തിരിഞ്ഞ് പോവുക, അതായിരുന്നു ഉണ്ടായിരുന്നു. ഈ ഗ്രൗണ്ട് കഴിഞ്ഞ് തിരിഞ്ഞ് പോവുക. അന്ന് വന്നപ്പോഴത്തേക്ക് 2.5 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും പവനായി ശവമായി കിടപ്പായി. പിന്നെ കുറേ നേരം അവിടെ ഒരു ബെഞ്ചിൽ ശവാസനം കിടന്നിട്ടാണ് തിരിച്ചു പോകാൻ പറ്റിയത്. അപ്പോൾ ഇന്ന് നമ്മളത് കടന്നു പോവുകയാണ്. ഇനി എവിടെയാണ് ഈ പവനായി ശവമാകുന്നതെന്ന് കാണാം. Oye, cuidado. ഈ പാർക്ക് കണ്ടോ, കുട്ടികൾക്കല്ല പട്ടികൾക്കുള്ള പാർക്കാണ് കേട്ടോ. ഇവിടെ പട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. പട്ടികൾക്ക് അവിടെ സലൂൺ ഉണ്ട് കേട്ടോ, ബ്യൂട്ടി സലൂൺ ഉണ്ട്. അതുപോലെ പട്ടികൾക്ക് കളിക്കാനുള്ള പ്രത്യേക പാർക്കായിട്ട്. അപ്പോൾ നമ്മളിനി കാട്ടിലേക്ക് കയറുകയാണ്. കാട്ടിലേക്ക് കയറുന്തോറും തണുപ്പ് കൂടുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 3 ലെയർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഗ്ലൗസ്, തൊപ്പി എല്ലാം വെച്ചിട്ടുണ്ട്. എന്നിട്ട് തണുക്കുക. ഇനിയിപ്പോൾ കാട്ടിനകത്തോട്ട് കയറുമ്പോൾ കുറച്ചുകൂടെ തണുക്കും. അപ്പോൾ കൈ വീശിയൊന്ന് നടക്കാം. ഇത് നോക്കിയേ, ഒരപ്പച്ചനും കുഞ്ഞും. Hola, buenas. Buenos días. ഓക്കെ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് കേട്ടോ ഇവിടെയും. ഇവിടെ ഗ്രാൻഡ് പാരൻസും കുഞ്ഞുങ്ങളും അവർ തമ്മിലുള്ള ഒരു നല്ല ബന്ധമാണ് കേട്ടോ. നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. ഗ്രാൻഡ് പാരൻസാണ് കൂടുതൽ ഇവിടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. കാരണം പാരൻസ് മുഴുവനും
പലതരത്തിലുള്ള ജോലിക്കായിരിക്കുമല്ലോ, മിക്കവാറും ദിവസം അവർ പുറത്തായിരിക്കും. ആ സമയത്തൊക്കെ കുഞ്ഞുങ്ങളെ നോക്കുന്നതും അവരെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനൊക്കെ കൊണ്ടുപോകുന്നതും കൂടെ നടത്തിക്കുന്നതും കൂടെ കളിക്കുന്നതും ഒക്കെ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഇല്ലേ നല്ല ഹെൽത്തിയാണ് കേട്ടോ. അവരെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അവരുടെ പ്രായം പറയാൻ പറ്റില്ല. കാരണം അവരും കുട്ടികളെ പോലെ അത്ര ആക്റ്റീവാണ്. നോക്കിയേ, മല മുകളിൽ സൈക്ലിങ്ങിന് പോണ ആൾക്കാരെ കണ്ടോ? ഞാൻ തളർന്നു തുടങ്ങി. ആദ്യം നോക്കി അച്ഛാ വെള്ളം തായോ. വെള്ളം ചോദിച്ചപ്പോൾ ജ്യൂസ് തന്നു എൻ്റെ അച്ഛൻ. കണ്ടോ, അതാണ് എൻ്റെ അച്ഛൻ. ഇപ്പോൾ ഇതിനകത്ത് ഷുഗർലെസ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള നല്ല ബെറീസ് അടങ്ങിയ, അത് റെഡ് ബെറീസ് അടങ്ങിയ ജ്യൂസാണ്. അപ്പോൾ ഇത് വീണ്ടും എനിക്ക് എനർജി പകരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കുടിച്ചിട്ട് നോക്കട്ടെ എനർജി കൂടുന്നുണ്ടോ എന്ന്. എനർജി ഉണ്ടാവും കേട്ടോ. മിക്കവാറും ദിവസങ്ങളിൽ ഇതാണ് ഞങ്ങൾ കുടിക്കുന്നത്. ഇതും നമ്മുടെ ഗസ്പാച്ചോ. അച്ഛാ ക്യാമറാമാനും വേണം ഇടയ്ക്കിടയ്ക്ക്. അതുപോലെ തന്നെയാണ് ഞാൻ കീമോയുടെ സമയത്ത് വളരെയധികം അനീമിക് ആയിരുന്ന സമയത്ത് എൻ്റെ ഓങ്കോളജിസ്റ്റ് സജസ്റ്റ് ചെയ്ത ഒരു ഐറ്റം ഉണ്ട് കേട്ടോ, ഒരു കിടിലൻ ഐറ്റം, ഗോക്കാമോളെ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്നറിയാമോ? അവക്കാദോയാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ വെണ്ണപ്പഴം എന്ന് പറയും. ഇതിനെക്കുറിച്ച് നല്ലൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. കാരണം എന്താണെന്നറിയാം, വളരെ ഈസിയാണെന്നേ, കുക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അവക്കാഡോ ഒരു സൂപ്പർ ഫുഡാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അത്രയ്ക്ക് പോഷകങ്ങളാൽ സമ്പുഷ്ടവും വിറ്റാമിനുകളും ധാതുക്കളുടെയും ഒരു നല്ലൊരു ഉറവിടമാണ്. കൂടാതെ ഗോക്കോമുളയിലെ അടുത്ത ഐറ്റം തക്കാളിയാണ്. കീമോ സമയത്ത് തക്കാളി കഴിക്കുന്നത് ഒരുപാട് ഗുണപ്രദമാണ്. തക്കാളിയുടെ ലൈക്കോപീനിൻ്റെ കാർഡിയോ പ്രൊട്ടക്റ്റീവ് പ്രഭാവം ഹൃദയകോശങ്ങളുടെ പരിക്കിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു. അഡ്രിയാമൈസിൻ കീമോതെറാപ്പിയുടെ കാർഡിയോ ടോക്സിസിറ്റി കുറയ്ക്കുന്നതിനും സഹായിക്കും എന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഈ സമയത്ത് കഴിക്കാവുന്ന ഏറ്റവും നല്ല സൂപ്പർ ഫുഡാണ് ഗോക്കാമോളെ. പക്ഷേ ഇതേ രാത്രി കഴിക്കരുത് കേട്ടോ. അവക്കാദോയുടെയും നമ്മുടെ തക്കാളിയിലും അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ രാത്രി കഴിച്ചാൽ നമ്മുടെ ഉറക്കത്തിന് ഡിസ്റ്റർബ് ചെയ്യും. അതുകൊണ്ട് കഴിയുന്നതും പകൽ സമയങ്ങളിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ഞാൻ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. തനിയെ നടക്കാൻ ഞാൻ ശ്വാസം മുട്ടുന്ന ഈ വഴികളിലൂടെ കുഞ്ഞിനെ ബാക്കിൽ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടോ? ഇച്ചിരി കിടന്നു കിട്ടുന്നുണ്ട് ഇടയ്ക്ക്. ഞാൻ പാടുപെടും കേട്ടോ. ഇത് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇത്. Sube corriendo. Vamos. Graban ahí para prosperidad. ഇപ്പോൾ സ്റ്റെപ്സ് കയറാൻ എനിക്ക് ഇത്രയെങ്കിലും സാധിക്കുന്നു കേട്ടോ. നേരത്തെ 2 പടി കയറപ്പോഴേ കിതച്ച് ഇരുന്ന് പോകുമായിരുന്നു. ഇവിടെയുള്ള മനുഷ്യരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവരെല്ലാവരെയും, അവരുടെ ഓപ്പോസിറ്റ് വരുന്ന എല്ലാവരെയും, അവർക്ക് നമ്മളറിയണോ ഇല്ലയോ എന്നൊന്നും നോക്കാറില്ല കേട്ടോ. ഓപ്പോസിറ്റ് വരുന്ന കണ്ട പരസ്പരം കണ്ണുടക്കിയ അപ്പോൾ പറയും ഓല. ഓല എന്ന് കേട്ടാൽ നമ്മുടെ ഓലയും മടലും ഓർമ്മ വന്ന് കാണുമല്ലേ? ഇതല്ല കേട്ടോ. ഓല എന്ന് വെച്ചാൽ ഹലോ എന്നാണ്. കൂടെ കേത്താൽ എന്നുകൂടെ ചോദിക്കും. കേത്താൽ എന്നാൽ ഹൗ ആർ യു എന്നാണ്. അപ്പോൾ നമ്മൾ ഗുഡ് എന്ന അർത്ഥത്തിൽ ബിയൻ എന്ന് പറയും. ഇതറിയാതെ സ്പെയിനിൽ വന്ന ആദ്യ ദിവസങ്ങളിൽ കുറേ അബദ്ധം കാണിച്ചിട്ടുണ്ട് ഞാൻ ഇതിനെല്ലാം കൂടി ഒറ്റ സെൻറ്റൻസ് ആണെന്ന് കരുതി. എങ്ങനെയെന്നല്ലേ, എല്ലാം കൂടെ ഞാൻ തന്നെ പറയും. അതായത് ഓല കേത്താൽ ബിയൻ. ചോദ്യവും ഉത്തരവും ഒക്കെ ഞാൻ തന്നെ പറയുമായിരുന്നു.
പിന്നീട് ഈ പൊട്ടത്തരം ഓർത്ത് ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. ഇത് കാണുന്നതിൽ ചിലരെങ്കിലും വിചാരിക്കും, ഞാനിങ്ങനെ തളർന്നിരിക്കുന്നതാണ് വിചാരിക്കും, എന്തിനാ കുഞ്ഞെ ഈ പരിപാടി, വീട്ടിൽ പോയി കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കൂടെ എന്ന്. ആരോടാ ഈ വാശി എന്നൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ? ആരോടും അല്ല, വേറെ ആരോടും അല്ല വാശി, എനിക്ക് എന്നോട് തന്നെയാണ് വാശി. നമ്മൾ ജീവിതത്തിൽ വാശി കാണിക്കേണ്ടതേ നമുക്ക് ചുറ്റുമുള്ളവരോടല്ല, നമ്മളോട് തന്നെയാണ്. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ സാഹചര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ ചലഞ്ച് ചെയ്യുന്നത് എന്നെ തന്നെയാണ്. എൻ്റെ ശരീരം പറയും റൂബിൻ പറ്റത്തില്ല എന്ന് പറയും, അപ്പോൾ മനസ്സ് പറയും റൂബിൻ നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും ശ്രമിക്കുന്നതാണ്. ഇത് കണ്ടോ, നമുക്ക് ഇൻസ്പിറേഷൻ വേറെ ഒന്നും വേണ്ട, അത് ചുറ്റും നോക്കിയാൽ മതി. കുഞ്ഞു മക്കളെയും കൊണ്ടുവരെ രാവിലെ ഇറങ്ങി ഓടുന്നവരെ കാണുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ വീട്ടിലിരിക്കാൻ തോന്നും. നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ തോന്നും. എൻ്റെ പല വീഡിയോയിലും ഓരോരുത്തരും വന്നിങ്ങനെ കമൻറ്റ് ചെയ്യുന്ന കാണുന്നുണ്ട്, ഇതാരും മനസ്സിലാക്കുന്നില്ലല്ലോ. ഒരുപാട് നിങ്ങൾ പോയി നോക്കിയാൽ കാണാം, ഒരുപാട് സഹോദരങ്ങൾ വന്നിട്ട് ഇതാരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനപ്പോഴൊക്കെ മനസ്സിലോർക്കുന്നത്, നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് അവനവന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതും മതി. നമുക്ക് ഈ ലോകം മുഴുവനും മാറ്റാൻ സാധിക്കില്ല, പക്ഷെ നമുക്ക് മാറ്റാൻ സാധിക്കും, നമ്മളെ മാറ്റാൻ സാധിക്കും. അപ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നതിന് മുമ്പ് അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മാറ്റം വേണ്ടത് നമുക്ക് ചുറ്റുപാടുള്ളതല്ല നമ്മൾ ആദ്യം മാറ്റേണ്ടത് നമ്മളെ തന്നെയാണ്. ഇതാണ് ഞങ്ങളുടെ സ്പെയിനിലെ വന്ദേ ഭാരത് കേട്ടോ. ഇവൻ്റെ ചേട്ടനുണ്ട്, അവൻ പോകുന്നത് കാണാൻ പോലും പറ്റില്ല, മിന്നൽ പോലെയാണ് പോകുന്നത്. ജനങ്ങൾക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള എല്ലാ വഴിയും സുഗമമായിട്ട് ഒരുക്കി കൊടുത്തുകൊണ്ടാണ് കാടിനെ എപ്പോഴും സംരക്ഷിക്കുന്നത്. ഇടയ്ക്കൊന്ന് വിശ്രമിക്കാൻ ഏതോ മഹാമനസ്കൻ റെഡിയാക്കി ഇട്ടതാണ് കേട്ടോ. ഓക്കെ, നമുക്കിപ്പോൾ യൂസ്ഫുള്ളായി. താങ്ക് യു മഹാമനസ്ക. ചെളിയായതുകൊണ്ട് തറയിലൊന്നും കയറി ഇരിക്കാൻ പറ്റില്ലേ. എൻ്റെ ലക്ഷ്മിയുടെ വാക്കുകളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖം. അടുത്ത സീക്രട്ടാണ് പ്രാണായാമം. നേരത്തെ പറഞ്ഞില്ലേ 2 പടി കയറുമ്പോൾ തന്നെ കിതച്ചിരുന്ന് പോകുമായിരുന്നു എന്ന്. അങ്ങനെയാണ് ഞാൻ പ്രാണായാമം ദിനചര്യയാക്കിയത്. സംസ്കൃതത്തിൽ പ്രാണ എന്നാൽ ജീവൻ, ഊർജം എന്നും അയാമം എന്നാൽ നിയന്ത്രണമെന്നുമാണ്. അതായത് പ്രാണായാമം ശ്വസന നിയന്ത്രണ പരിശീലനമാണ്. ഇത് യോഗയുടെ പ്രധാന ഘടകമാണ്. ഇനി ഈ പ്രാണായാമങ്ങൾ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യും എന്നെനിക്ക് ഉറപ്പാണ്. ഇത് രോഗികൾ മാത്രമല്ല, വീട്ടിലെല്ലാവർക്കും ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണ് കേട്ടോ. നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും സ്ട്രെസ്സിൽ നിന്ന് അകറ്റുന്നു. കൂടാതെ ഹൈ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു, ബ്രീത്തിങ് കപ്പാസിറ്റി മെച്ചപ്പെടുത്തി ലങ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്നു. നമ്മുടെ എല്ലാ അവയവങ്ങളിലും ഓക്സിജൻ എത്തുന്നതിനാൽ പ്രാണായാമം ദഹന വ്യവസ്ഥയെ സന്തുലിതമാക്കുകയും ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം നൽകി നമ്മളെ സുന്ദരന്മാരും സുന്ദരികളുമാക്കി മാറ്റുന്നു. അതുപോലെ ഏകാഗ്രത, ഓർമ്മശക്തി എന്നിവയ്ക്കും അത്യുത്തമമാണ് പ്രാണായാമം. ഇതെപ്പോഴാണ് ചെയ്യേണ്ടതെന്നറിയാമോ? രാവിലെ നമ്മുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ശരീരം ശുദ്ധമാക്കി ഒഴിഞ്ഞ വയറിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. നല്ല വൃത്തിയും വെടുപ്പുമുള്ള അന്തരീക്ഷവും ശുദ്ധവായു കിട്ടുന്ന ഇടവുമായിരിക്കും പ്രാണായാമം ചെയ്യാൻ ഉചിതമായ സ്ഥലം. ഒരുപാട് പേര് ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഫുൾ ടൈം മാസ്ക് വെച്ച് നടക്കണ്ടേ എന്നൊക്കെ. വച്ചോളൂ, കാരണം ഈ സമയത്ത് നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണല്ലോ, ഇൻഫെക്ഷനൊന്നും ഉണ്ടാകാതിരിക്കാൻ. പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ ശുദ്ധവായു കിട്ടുന്നിടത്ത് മാസ്കൊക്കെ മാറ്റി
കുറച്ച് നേരം ഇരുന്ന് ബ്രീത്ത് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. ശരീരത്തിനെയും മനസ്സിനെയും ഹീൽ ചെയ്യാൻ ശുദ്ധവായു നമ്മെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഒരുപാട് അനുഭവമുണ്ട് എനിക്ക്. ഞാൻ എൻ്റെ കീമോ കാലയളവിൽ ഹോട്ടലിലാണ് താമസിച്ചിരുന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. പലപ്പോഴും ഇതുപോലെ ഒരു പച്ചപ്പ് തേടി ഞാൻ അലഞ്ഞിട്ടുണ്ട്. ഈ പച്ചപ്പിലേക്ക് വാടി തളർന്ന് ഞാൻ വരുവേ, പക്ഷേ തിരിച്ചു പോകുന്നത് ഫുൾ റീചാർജ് ആയിട്ടായിരിക്കും. അത്രയ്ക്ക് ഹെൽപ്ഫുള്ളായിരുന്നു ഈ പച്ചപ്പിൽ വന്നിരുന്നുള്ള ബ്രീത്തിങ്. എത്രയായി നോക്കട്ടെ. 7000 സ്റ്റെപ്സ് ആയിട്ടുണ്ട്. കണ്ണൊന്നും കാണുന്നില്ലെന്ന് എപ്പോഴും. കീമോയുടെ ഏറ്റവും വലിയ എഫക്റ്റ് എൻ്റെ കണ്ണിനാണ് കേട്ടോ. ശരി, നമ്മളേതാണ്ട് പകുതി വഴി എത്തിയിട്ടുണ്ട്. എനിക്കൊന്ന് 5 കിലോമീറ്റർ ആകാറായിട്ടുണ്ട്. നടക്കുന്നത് ഏറ്റവും നല്ല എക്സസൈസാണ് കേട്ടോ. പക്ഷേ നേരത്തെ പല വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരം ആദ്യം ഒബ്സർവ് ചെയ്യണം. കാരണം ഈ സമയത്ത് കീമൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണമുള്ള സമയത്ത് നമുക്ക് ഒരുപാട് ഈ മെഷീൻസിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ഈ വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസോ അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നടത്തം, യോഗ ഇതൊക്കെ വളരെ കാമായിട്ട് നമുക്ക് വളരെ സ്ലോയിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയ ഒരാൾ, അതായത് ഇതുവരെ ഒന്നും ചെയ്യാത്ത ഒരാളാണ് പെട്ടെന്ന് ഒരു ഒറ്റ ദിവസം ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ നടന്നു കളയാമെന്ന് വിചാരിച്ചേക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയും പറഞ്ഞല്ലോ, ഇപ്പോൾ കീമോ കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 10-25 ദിവസമാകുന്നു. ഈ ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും കുറച്ച് നടന്ന് ബിൽഡ് ചെയ്തതാണ് കേട്ടോ. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും ദൂരം നടന്നു കളയാമെന്ന് വിചാരിച്ചാൽ അത് ശരീരത്തിന് കൊടുക്കുന്ന സ്ട്രെയിൻ കൂടുതലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ശരീരത്തിനെ ഹെൽപ്പ് ചെയ്യാനാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പതുക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഹെൽത്ത് ഹാക്കിലെ ആദ്യത്തെ റൂള് യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്. അത് നമ്മുടെ ശരീര ഭാഗങ്ങളും നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ നമുക്ക് യൂസ്ലെസ് ആയി പോകും അല്ലേ. ഏതൊരു സാധനം അങ്ങനെയല്ലേ. നമ്മൾ ഒരു സാധനം കുറേ നാൾ, എത്ര വലിയ വിലപിടിപ്പുള്ള ഒരു സാധനമായാലും കുറേ നാൾ ഉപയോഗിക്കാൻ വെച്ചിരുന്നാൽ അത് ചീത്തയായി പോകും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരഭാഗങ്ങളും. യൂസ് ചെയ്യാതിരുന്നാൽ അതിൻ്റെ ശക്തി ക്രമേണ ക്ഷയിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദിവസവും നമ്മുടെ ശരീരാവയവങ്ങളും ദിവസവും നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ മരം പരിചയമുണ്ടോ? ഇതേ നമ്മുടെ വൈൻ ബോട്ടിൽസ് അല്ലേ, വൈൻ ബോട്ടിൽസിൻ്റെയൊക്കെ അടപ്പില്ലേ, ആ ഒരു കോർക്ക്, അത് ഈ സുന്ദരന്മാരിൽ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ. ഈ നിൽക്കുന്നതെല്ലാം അതാണ്. ഇതിൻ്റെ സ്കിൻ എടുത്തിട്ടാണ് കോർക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അടുത്ത സീക്രട്ടാണ് ആയുർവേദം. ഇപ്പോൾ ഒരുപാട് ക്ഷീണിച്ച് തളർന്നപ്പോൾ ഇരിക്കാൻ എനിക്ക് സഹായമായ ആ തടിക്കഷ്ണം പോലെ കീമോയുടെ സൈഡ് എഫക്റ്റ് ആകുന്ന കടലിൽ ശ്വാസം കിട്ടാതെ കൈകാലിട്ടടിച്ചപ്പോൾ ആശ്വാസമായിട്ട് എത്തിയതാണ് ആയുർവേദത്തിലെ കുറേ കുഞ്ഞു റെമഡീസ്. നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്ന സമയത്ത് ആ ഡോക്ടറിൻ്റെ അനുവാദത്തോടെ വേറെ എന്തും ചെയ്യാവൂ കേട്ടോ. ഞാൻ എൻ്റെ ഡോക്ടറുടെ അനുവാദത്തോടെ തന്നെയാണ് ആയുർവേദം ഉപയോഗിച്ചത്. പിന്നെ അതിൽ ഒട്ടും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൽ ഒന്നാമത്തത്, വല്ലാത്ത അസിഡിറ്റിയും വയറിന് പ്രശ്നവും ഒക്കെ ഉണ്ടായിരിക്കുമ്പോൾ, മിക്കവാറും ഈ കീമോ സമയത്ത് അത് സംഭവിക്കാറുണ്ട്. ആ സമയത്ത് ചെയ്യുന്നത് കുറച്ച് മലരെന്ന് പറഞ്ഞാൽ പഫ്ഡ് റൈസ്, അത് വെള്ളത്തിലിട്ട് തിളപ്പിക്കും. എന്നിട്ട് തണുത്ത് കഴിഞ്ഞിട്ടാണ് അത് കുടിക്കുക കേട്ടോ. എൻ്റെ വിരൽ കണ്ടോ, ഈ നമ്മൾ ഈ ഫ്രഞ്ച് മാനിക്യൂർ ഇട്ടതുപോലെ ഇങ്ങനെ അറ്റത്ത് വേറെ കളർ കണ്ടോ. ഇതെല്ലാം നമ്മുടെ ഡെഡായിട്ടുള്ള ആൾക്കാരിങ്ങനെ പതുക്കെ മൂവ് ചെയ്യും. ഈ ചെറുതായിട്ട് ഈ വെള്ളം കാണുന്നുണ്ടല്ലേ, അത് പുതിയത് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർ പോകാൻ
പക്ഷെ പോകുന്നില്ലെന്നേ, കുറച്ച് നാളായി ഞാൻ പോകുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഇങ്ങനെ പിടിച്ച് ഇതൊക്കെ ഇങ്ങനെ അഴുക്ക് പോലെ ഇരിക്കുന്നത്. അഴുക്കൊന്നും അല്ല കേട്ടോ, ഇത് ഡെഡായതാ. ഇയാൾ പകുതി വളർന്നിട്ടുണ്ട്. അയ്യോ ഞാൻ കഴുകുന്നതാ. ഇത് ഡെഡായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നതാ. ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിയേ, ഇത് ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് ഇൻഫെക്ഷൻ ഒട്ടും ഉണ്ടാകാൻ പാടില്ലെന്നല്ലേ. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലെങ്കിലും ഒരു ചുമ തുടങ്ങിയാൽ തുടക്കത്തിൽ തന്നെ ഒരു കുഞ്ഞുള്ളി, ഒന്ന് മതിയാവും കേട്ടോ, ഒരു കുഞ്ഞുള്ളി എടുത്ത് ചതച്ച് അതിൻ്റെ നീരെടുത്ത് തേനിൽ ചാലിച്ച് കഴിക്കുമായിരുന്നു. ഇത് കഴിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. ഉള്ളി എനിക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് ഫീൽ ചെയ്തിരുന്നത്. കഴിച്ച ഉടനെ എൻ്റെ ശരീരം പെട്ടെന്ന് തളരുന്ന പോലെയൊക്കെ തോന്നുമായിരുന്നു. അതിനുശേഷം ഞാൻ ചെയ്തത് ഉള്ളിനീരിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് തേനിൽ ചാലിച്ച് കഴിച്ചു. റിസൾട്ട് ഗംഭീരമാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ 7 വയസ്സുകാരി ലക്ഷ്മിക്കും ചെറിയ ചുമ വരുമ്പോൾ ഈ ഉള്ളി പ്രയോഗമാണ് നടത്താറ്. നമ്മുടെ ആരോഗ്യം നിലനിർത്താനുള്ള അടുത്ത സീക്രട്ട് എന്താണെന്നറിയാമോ? ഈറ്റ് ലെസ്. കുറച്ച് കഴിച്ചാൽ മതിയെന്ന് കേൾക്കുമ്പോൾ ആർക്കും ദേഷ്യം വിഷമം ഒന്നും തോന്നരുത്. കുറച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കരുതെന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. കുറച്ചാണ് കഴിക്കുന്നതെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കുക. നമ്മുടെ ഒരു പരിപാടി എന്താണ്, ഇപ്പം എല്ലാവരും മാറാൻ ശ്രമിക്കുന്നുണ്ട്, ഒരുപാട് മാറാൻ ശ്രമിക്കുന്നുണ്ട്. മുമ്പൊക്കെ നമ്മൾ എന്താ ചെയ്യുക, ഒരു വലിയ കലത്തിലാണ് നമ്മൾ ചോറ് വയ്ക്കുന്നത് അല്ലേ. വലിയ കലത്തിൽ ചോറ് വയ്ക്കും, ഒരു ഇച്ചിരി പച്ചക്കറി ഉണ്ടാക്കും, ഇച്ചിരി മീൻകറി ഉണ്ടാക്കും, ഒരു പീസ് മീൻ, കുറച്ച് പച്ചക്കറി, എന്നിട്ട് ഒരു കുന്നോളം ചോറ്. ഇതാണ് നമ്മുടെ പരിപാടിയായിരുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിന് മാറ്റം വരുത്തണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരീരത്തിന് ഗുണമുള്ള സാധനങ്ങൾ അത്യാവശ്യം ഒരു പാത്രത്തിനാക്കി കഴിക്കുക. അപ്പോൾ അതായത് ചോറിൻ്റെ ഒരു ക്വാണ്ടിറ്റി, അതായത് കാർബ്സിൻ്റെ ക്വാണ്ടിറ്റി, കാർബോഹൈഡ്രേറ്റ് വളരെയധികം കുറച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിച്ചാൽ മതി. ഇങ്ങനെ വലിയൊരു പാത്രം നിറയെ ഇങ്ങനെ കഴിച്ച് വയറിങ്ങനെ വലുതാക്കി വെക്കേണ്ട കാര്യം വരില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കഴിച്ചാൽ മതി, പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കുകയും കൂടെ ചെയ്യാം. പലർക്കും ഇപ്പോഴും സംശയമാണ് ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് എന്താണ് എന്നുള്ളത്. നമ്മൾ ചോറ് കുറയ്ക്കാൻ പറയുമ്പോഴത്തേക്ക് പൊതുവേ ചെയ്യുന്ന എന്താണ്, എല്ലാവരും നേരെ ഓടിക്കറി ഗോതമ്പിലോട്ട് പോകും, ചപ്പാത്തി. അപ്പോൾ ആദ്യമൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്, ചപ്പാത്തിയാണ് ചോറിനേക്കാളും നല്ലത്. പക്ഷേ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. വ്യത്യാസം വരുന്ന എവിടെയെന്നറിയാമോ, നമ്മൾ കുറച്ച് കഴിക്കുമ്പോഴാണ്. ഇപ്പോൾ ചോറാകുമ്പോൾ നമ്മൾ ചവിച്ചൊക്കെ കഴിക്കാൻ ഭയങ്കര ഈസി ആയതുകൊണ്ട് നിറയെ എടുത്ത് കഴിക്കും. പക്ഷെ ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ കടിച്ച് വലിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് 1-2 പീസ് ചപ്പാത്തിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് എടുക്കാം. പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസും കൂടെ ഉപയോഗിക്കാം. അപ്പോൾ അതാണ് ഈറ്റ് ലെസ് എന്നതുകൊണ്ട് ഉപയോഗിക്കുന്നത്. അതായത് ഒന്നും കഴിക്കാതിരിക്കാനല്ല, പട്ടിണി കിടക്കാനല്ല, കഴിക്കുന്ന ഐറ്റംസ് കുറച്ച് അളവിലാണ് കഴിക്കുന്നതെങ്കിലും അത് ഹെൽത്തി ആയിട്ട് കഴിക്കുക. അതുപോലെ തന്നെ ഓരോ ഇടവേള വിട്ട് കഴിക്കുക. നമുക്ക് ഒരു ഇതുള്ളത്, നമ്മൾ 3 നേരം കഴിക്കും, ആഹാരം കഴിക്കും. 3 നേരം ഭീമനെ പോലെ കഴിക്കും നമ്മൾ. അപ്പോൾ അതിന് പകരം നമ്മൾ ചെറിയ എമൗണ്ടിൽ വിശക്കുന്ന സമയത്ത് ആഹാരം കഴിക്കുക. അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിൽ ഒരാൾ ചോദിച്ചു, ചേച്ചി ഈ കഴിക്കാൻ സമയമായോ എന്ന് എൻ്റെ ഒരു ബ്രദർ വന്ന് ചോദിച്ചു, സ്നേഹം കൊണ്ട് ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിക്കുന്നത് നമ്മൾ സമയം നോക്കിയല്ല കഴിക്കേണ്ടത്, നമ്മുടെ സമയം തീരുമാനിക്കുന്നത് നമ്മുടെ ശരീരമാണ്. അപ്പോൾ വിശപ്പ് ശരീരം പറയും, ആ സമയത്ത് കഴിക്കണം, അതാണ് വേണ്ടത്. ചില സമയമൊക്കെ നമുക്ക് വിശക്കാറേ ഇല്ല, പക്ഷെ നമ്മൾ മണി 12:30 അതുകൊണ്ട് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ. നമ്മൾ പൊതുവെ അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ സമയം നോക്കിയാണ് ആഹാരം കഴിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ശരീരത്തിന് സമയം, ശരീരത്തിന് വിശക്കുന്നു എന്ന് തോന്നുന്ന സമയം ആഹാരം കഴിക്കുക. അതുപോലെ ശരീരം പറയും, നിർത്താൻ പറയും. നമുക്കറിയാലോ, ഒരു ഏമ്പൊക്കെ വിടലൊക്കെ വരും. എന്നാലും നമ്മൾ ഒന്ന് കുലുക്കിയിട്ടിട്ട് കുറച്ചുകൂടെ കഴിക്കാൻ നോക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതിനെയാണ് ഈറ്റ് ലെസ് എന്നതുകൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ ഒരു വലിയ സീക്രട്ട് ഉണ്ട് കേട്ടോ, ആരുടെ പറയരുതേ. സൂര്യ ഉദയത്തിനും സൂര്യ അസ്തമയത്തിനും ഇടയ്ക്കുള്ള സമയം മാത്രം ആഹാരം കഴിക്കാൻ ശ്രമിക്കുക.
അതിന് മുമ്പും പിമ്പും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് നമ്മുടെ ദഹനത്തിനെ ബാധിക്കും എന്നതുകൊണ്ട്. അപ്പോൾ ഈ സമയത്ത് ആഹാരം കഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് ദഹനം നടക്കും, നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഈ സൂര്യാസ്തമയത്തിന് ശേഷമേ നമ്മൾ ആഹാരം കഴിക്കുന്നതൊക്കെ ദഹിക്കാതെ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഈ ഒബേസിറ്റിയൊക്കെ ഉണ്ടാവുന്നതും. ചിലർക്ക് ഈ വയറ് ഭയങ്കരമായിട്ട് ചാടി, നമ്മൾ കാണും കുറേ പേര് നന്നായിട്ട് അധ്വാനിക്കുന്നതാണല്ലോ, നിറയെ ജോലി ചെയ്യുന്നതാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ്, എന്നിട്ട് ഇവർക്ക് എങ്ങനെ വയറ് ചാടുന്നു, വണ്ണം വയ്ക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഘടകം ഇതാണ് കേട്ടോ. ഈ പലപ്പോഴും ജോലിയൊക്കെ കഴിഞ്ഞു വന്ന് രാത്രിയായിരിക്കും ജോലി കഴിഞ്ഞ് വരുന്നത്. ആ സമയത്ത് ഇത്രയും ജോലി ഞാൻ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് അത്രയും ആഹാരം കഴിക്കുന്നവരുണ്ട്. കഴിച്ചു കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, ഓടിപ്പോയി കിടന്ന് ഉറങ്ങും. ക്ഷീണം കാരണം പെട്ടെന്ന് കിടന്നുറങ്ങും, അല്ലെങ്കിൽ കുറച്ച് നേരം TV വാച്ച് ചെയ്യും, അത് കഴിഞ്ഞ് പോയി കിടന്നുറങ്ങും. അങ്ങ് ദൂരെ നോക്കിയേ, നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ മാരിഡ് സെൻറ്റർ കാണാൻ പറ്റുന്നു. കാണുന്നുണ്ടോ? ഇവിടെ ഒരു കൊട്ടാരം പോലെ കാണുന്നുണ്ടോ? റോയൽ പാലസ് ആണ് കേട്ടോ. നമുക്ക് ഈ കാടിൻ്റെ ഇടയിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഉപയോഗപ്രദമായ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് ത്രിഫല. ആയുർവേദത്തിൽ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ഒരു ഔഷധക്കൂട്ടാണ് ത്രിഫല. ത്രിഫല എന്നാൽ 3 വ്യത്യസ്ത ഫലങ്ങൾ, നെല്ലിക്ക, താനിക്ക, കടുക്ക എന്നിവയാണ്. മലബന്ധമുള്ള സമയത്താണ്, പ്രത്യേകിച്ച് എൻ്റെ 6ാമത്തെ കീമോ കഴിഞ്ഞ സമയത്താണ് ഞാനിത് കൂടുതൽ ഉപയോഗിച്ചത്. മലബന്ധം കാരണം ഹോസ്പിറ്റലൈസ്ഡ് ആയ എനിക്ക് ആശ്വാസം നൽകിയത് ഈ ത്രിഫലയുടെ പൊടിയായിരുന്നു. ഗർഭിണികളും മുലയൂട്ടുന്നവരൊക്കെ ത്രിഫല കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ, ചെറു ചൂടുവെള്ളത്തിൽ 1 സ്പൂണ് ത്രിഫല പൊടി മിക്സ് ചെയ്ത് ഒരു 5 or 10 മിനിറ്റ് വച്ചിട്ട് അതിൻ്റെ മുകളിൽ തെളിയുന്ന വെള്ളമാണ് ഞാൻ കുടിച്ചിരുന്നത്. മുഴുവൻ കുടിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ എനിക്കതിന് സാധിക്കുമായിരുന്നില്ല. ഞാൻ മുകളിൽ ആ തെളിഞ്ഞ വെള്ളം മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. അതും രാത്രി ഉറങ്ങുന്നതിന് മുമ്പാണ് കുടിക്കുക കേട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം കേട്ടോ. അപ്പോൾ ഉണർന്നെഴുന്നേൽക്കുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം വളരെ സുഗമമായിട്ട് നടക്കും. ഈ നഖങ്ങൾ പോലെ തന്നെ കണ്ണിനും മൂക്കിനും ചെവിക്കും ഒക്കെ കീമോയുടെ ആഫ്റ്റർ എഫക്റ്റായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ തുടക്കത്തിൽ തന്നെ ഞാൻ ഡോക്ടറോട് ചോദിക്കും എന്താ ഇതിന് സൊല്യൂഷൻ എന്നൊക്കെ. നിങ്ങളും അത് തന്നെ ചെയ്യണം കേട്ടോ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറോട് തുറന്ന് ചോദിക്കാൻ മടിക്കരുത്. നമ്മളെ ഹെൽപ്പ് ചെയ്യാനല്ലേ അവരിയ്ക്കുന്നത്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പം ഞാനങ്ങനെ എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ മൂക്ക് വല്ലാതെ ഡ്രൈ ആയിട്ട് മൂക്കിൻ്റെ അകം പൊട്ടി ബ്ലഡ് വരാൻ റെഡിയായപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞാൻ സീ വാട്ടർ വാങ്ങി മൂക്കിൽ സ്പ്രേ ചെയ്തു. അതോടുകൂടി ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടി കേട്ടോ. അതുപോലെ തന്നെയാണ് കണ്ണ് ഡ്രൈ ആയി എപ്പോഴും കണ്ണുനീരൊഴുകുന്നതിനും ഐ ഡ്രോപ്സ് ഹെൽപ്പ് ചെയ്തു. കൂടെ നമ്മുടെ വെള്ളം കൂടി കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി. അടുത്ത പ്രശ്നമായിരുന്നു ചെവി. ചെറിയ ശബ്ദങ്ങൾ പോലെ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു. അപ്പോൾ ഇയർ പ്ലഗ് വാങ്ങി ചെവിയിലോട്ട് തിരുകി, കൂടെ അധികം ശബ്ദ കോലാഹലങ്ങളിൽ നിന്ന് ഒന്ന് അകന്നു നിൽക്കാനും ശ്രമിച്ചു. പലപ്പോഴും നമുക്കിങ്ങനെ വയ്യ എന്നറിയുമ്പോൾ, പ്രത്യേകിച്ച് ക്യാൻസർ പോലെ മാരകമായ രോഗമാണെന്നറിയുമ്പോൾ, പിന്നെ നാം കാണുന്നത് നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ ഡോക്ടേഴ്സും ഉപദേശകരും ഒക്കെ ആയിട്ട് മാറുന്ന ഒരവസ്ഥയാണ്. ഒരുപാട് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഉണ്ടാവും ചുറ്റുനിന്ന്. സ്നേഹം കൊണ്ടാവും ഇങ്ങനെ ഉപദേശിക്കുന്നത്. ഇതൊന്നും പാടില്ല എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. നല്ലത് അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമായത് മാത്രം തിരഞ്ഞെടുക്കാൻ നമുക്കാവണം. നമ്മുടെ ശരീരത്തെക്കുറിച്ച് നന്നായി അറിയുന്ന ഒരേ ഒരാൾ അത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് എന്ത്, എങ്ങനെ, എത്രത്തോളം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെ ആയിരിക്കണം. ജീവിതം എന്ന് പറയുന്നത് ഈ യാത്ര പോലെയാണ്. ഈ യാത്രയുടെ കയറ്റിറക്കങ്ങളുടെ ഒരു സമ്മിശ്രണമാണ്. പക്ഷേ കഷ്ടപ്പാടുകൾ പിടിച്ചു നിന്നാൽ ഒടുവിൽ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നമ്മൾ ഈ ദൂരെ കാണുന്നത് സ്പെയിനിൻ്റെ ക്യാപിറ്റലായ മാഡ്രിഡ് സിറ്റിയുടെ ഭംഗിയാണ് കേട്ടോ. ഈ പച്ചപ്പിൽ ആളും ആരവവും ഇല്ലാത്ത ശാന്തസുന്ദരമായ ഈ പാർക്കിൽ നിന്ന് ശബ്ദകോലാഹലങ്ങൾ നിറഞ്ഞ് തിക്കും തിരഞ്ഞു നിറഞ്ഞ സിറ്റി സെൻറ്ററിലേക്കുള്ള എത്തിനോട്ടം ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ. ആസ്വാദനമൊക്കെ ഒരിടത്ത് നിൽക്കട്ടെ, വന്ന കാര്യം മറക്കണ്ട. നമുക്ക് നമ്മുടെ യാത്ര എവിടെ വരെയായി എന്നൊന്ന് നോക്കാവേ. 10,000 സ്റ്റെപ്സ് ആയിട്ടുണ്ട്. എത്ര കിലോമീറ്റർ?
7.5 കിലോമീറ്റർ ആറി. ഇനി വളരെ കുറച്ചും കൂടെ ഉള്ളൂ. ഇനി വെറും 2.5 കിലോമീറ്റർ മാത്രം. പക്ഷേ ശരീരം കുറച്ച് വിശ്രമം ആവശ്യപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കി ഞങ്ങൾ ആ പുൽത്തകിടിയിലിരുന്നു. നന്നായി ശ്വാസോച്ഛ്വാസം ചെയ്ത് കുറച്ച് വെള്ളവും കുടിച്ച് നട്ട്സും പഴവും കഴിച്ചു. അടുത്ത സീക്രട്ടാണ് തമാശ കാണുക, ആസ്വദിക്കുക. വയ്യാതിരിക്കുന്ന സമയത്ത് തമാശകൾ സ്വയം സൃഷ്ടിക്കുക എന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നിറയെ തമാശകൾ കാണാം. ഇന്ന് നിറയെ കോമഡി പ്രോഗ്രാംസ് ടെലിവിഷനിലുണ്ട്, യൂട്യൂബിലുണ്ട്. കുറച്ച് നേരം തമാശ കാണുക, എന്നിട്ട് പൊട്ടിച്ചിരിക്കുക. ചിലർ മസിൽ പിടിച്ചിരുന്ന് തമാശ പരിപാടികൾ കാണുമ്പോൾ സഹതാപം തോന്നും കേട്ടോ. എന്തിനാണ് ലൈഫ് ഇത്രയും ഡിഫിക്കൽട്ട് ആക്കുന്നത്? മനഃപൂർവ്വമായി ശ്രമിക്കുക ചിരിക്കാൻ. എന്തിന് ചിരിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കണം എന്നാണ് ചോദ്യമെങ്കിൽ, ചിരി ഒരു ഔഷധമാണ്. നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കും. ചിരിയിലൂടെ ഓക്സിജന്റെ ഉപഭോഗം വർദ്ധിക്കുകയും നിങ്ങളുടെ ഹൃദയം, ശ്വാസകോശം, പേശികൾ എന്നിവ ഉത്തേജിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ തലച്ചോറ് പുറത്തുവിടുന്ന എൻഡോർഫിൻ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇനി ഈ എൻഡോർഫിൻ വർദ്ധിച്ചിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ചാൽ, അവയ്ക്ക് നമ്മുടെ വേദനയെ കുറയ്ക്കാനും സ്ട്രെസ് ഒഴിവാക്കാനും മെൻ്റൽ കപ്പാസിറ്റി മെച്ചപ്പെടുത്താനും സാധിക്കും. അപ്പോൾ ഇനി അവസരം കിട്ടുമ്പോഴും അവസരങ്ങൾ സ്വയം സൃഷ്ടിച്ചും നന്നായിട്ട് ചിരിച്ചോളൂ കേട്ടോ. ഒന്നുമില്ലെങ്കിൽ സ്വന്തം അബദ്ധങ്ങളിൽ സ്വയമായിട്ട് കളിയാക്കി അങ്ങനെയെങ്കിലും ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുക. മതി, കഥ പറഞ്ഞിരുന്ന് 2 മിനിറ്റിലേറെ ആയിട്ട് റെസ്റ്റ് കേട്ടോ. യാത്ര തുടരേണ്ടിയിരിക്കുന്നു. നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരേണ്ടതുണ്ട്. പക്ഷെ എഴുന്നേക്കാൻ ശരീരം അനുവദിക്കുന്നില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെയാണ്. കുറച്ച് നേരം എവിടെയെങ്കിലും ഇരുന്ന് പോയാൽ ഈ കീമോയ്ക്ക് ശേഷം എഴിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പിടിച്ചുണർത്തും കേട്ടോ. ജ്യൂസും കുടിച്ചു, പഴവും കഴിച്ചു, കുറച്ച് നട്ട്സും കഴിച്ചു. അപ്പം നമുക്ക് പഴത്തിൻ്റെ തൊലി എൻ്റെ മുടി തന്നെ ഇട്ടേക്കാം. അത് വളമല്ലേ, അതവിടെ ആയിക്കോളാം. പക്ഷേ നമുക്ക് കവറ് ഇത് ഇടാൻ ഇവിടെ പ്രത്യേക സ്ഥലമുണ്ട്, അവിടെ തന്നെ ഇടണം. നമ്മളിപ്പോൾ കണ്ടില്ലേ, ഇത്രയും വലിയൊരു പാർക്കാണ്. എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ ചവറ് കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? നന്നായിട്ട് സൂക്ഷിക്കും കേട്ടോ. ഇവിടെ അവിടെ വേസ്റ്റ് വയ്ക്കാനുള്ളതും ഓരോ ടൈപ്പ്, എല്ലാത്തിലും കൊണ്ട് ഇടത്തില്ല. ഓർഗാനിക് ഇടേണ്ടടുത്ത് അങ്ങനെ, പ്ലാസ്റ്റിക് ഇടേണ്ടടുത്ത് അങ്ങനെ, കുപ്പികൾ ഇടേണ്ടടുത്ത് അങ്ങനെ മാറി മാറിയാണ് വേസ്റ്റ് ഇടുന്നത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ക്ലീനായിട്ടാണ് സൂക്ഷിക്കുന്നത്. അതുപോലെ ഈ യൂറോപ്പിലെ തന്നെ തലസ്ഥാനത്തിനടുത്ത് ഇത്രയും വലിയൊരു പാർക്ക്, നാച്ചുറൽ പാർക്ക് ഇവിടെയാണുള്ളത് കേട്ടോ. ഇതൊരു 4300 ഏക്കറുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലത്തിൽ ഒരിടത്തും ഇങ്ങനെ വേസ്റ്റ് കിടക്കുന്നത് നമ്മൾ കാണില്ല. അത്രയും ക്ലീൻ സിറ്റി എന്നല്ല, ക്ലീൻ കാടാണ് കേട്ടോ. അടുത്ത ഒരു വലിയ സീക്രട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ശരീരത്തിനും മനസ്സിനും നൽകാൻ കഴിയുന്ന അതിമനോഹരമായ ഒരു സമ്മാനം. അതിന് യാതൊരു ഹാർഡ് വർക്കിൻ്റെയും ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതേ കൈയോടെ പിടിച്ചോ. ആ സീക്രട്ടിൻ്റെ പേരാണ് ശവാസനം. ശരീരവും മനസ്സും ശാന്തമാക്കാൻ യോഗയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ശവാസനം. പലപ്പോഴും മനസ്സിൽ ഉടലെടുക്കുന്ന അസ്വസ്ഥതകളാണ് പിന്നീട് പല ശാരീരിക അസ്വസ്ഥതകളായിട്ട് രൂപാന്തരപ്പെടുന്നത്. കീമോ കഴിഞ്ഞ് ഉറക്കം നഷ്ടപ്പെടുന്ന ദിവസങ്ങളിൽ, വേദന അധികമാകുന്ന രാത്രികളിൽ ശവാസനവും യോഗനിദ്രയും നമുക്ക് അനുഗ്രഹമാണ്. നമ്മുടെ ട്രീറ്റ്മെൻറ്റിനിടയ്ക്ക് നമ്മൾ പോലും അറിയാതെ പലപ്പോഴും വിചാരങ്ങളുടെ ഒരു ഇമോഷൻസിൻ്റെ ഒരു വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഉണ്ടാവും. നമ്മളതിൽ വീണു പോവുകയും ചെയ്യും. ഒരിക്കൽ വീണുപോയാൽ ബോധപൂർവം ശ്രമിച്ചില്ലെങ്കിൽ ഡിപ്രഷൻ്റെ വലയിൽപ്പെട്ട് നമ്മൾ നട്ടം തിരിഞ്ഞു പോകും. ശരീരവേദനയേക്കാൾ മനസ്സിൻ്റെ വേദനയായിരിക്കും നമ്മളെ ഏറെ കൂടുതൽ കഷ്ടപ്പെടുത്തുന്നത്. അങ്ങനെ സംഭവിക്കുന്ന മെൻ്റൽ ബ്ലോക്കുകൾ നമ്മുടെ ചികിത്സയെ പോലും തടസ്സപ്പെടുത്തുന്ന വിധം കഠിനമായി വളരാം. നമ്മുടെ ആത്മവിശ്വാസത്തെ തകർത്തെന്നും വരാം. ചിന്തകളുടെ ചതിക്കുഴിയിൽ വീണു പോകാതിരിക്കാൻ ശരീരത്തിനും മനസ്സിനും അനിവാര്യമായ വിശ്രമം നൽകാൻ, മനസ്സിനെ യാഥാർത്ഥ്യബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ
പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക്, ഈ നിമിഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ദിവസവും 1-2 തവണ, അതുമല്ലെങ്കിൽ കഴിയുമ്പോഴൊക്കെ ശവാസനം പരിശീലിക്കുക. ശവാസനം ചെയ്യുന്നത് വളരെ ഈസിയാണ്. സ്വന്തമായി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തേക്കാം, അതുപയോഗിച്ച് പരിശീലിക്കുക. ഇനി ഇത് ചെയ്യേണ്ടത് കിടക്കയിലോ സോഫയിലോ കിടന്നോ കസേരയിൽ സ്വസ്ഥമായിട്ട് ഇരുന്നോ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ണടച്ച് ശരീരം മുഴുവനും ശ്രദ്ധയോടെ റിലാക്സ് ചെയ്യുക. എന്നിട്ട് സാവകാശം ശ്വാസോച്ഛ്വാസം ചെയ്യുക. വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. ഓരോ തവണ ശ്വാസം ഉള്ളിലേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും ശ്രദ്ധിക്കുക. ഇങ്ങനെ ഏതാനും മിനിറ്റുകൾ ചെയ്ത് കഴിയുമ്പോൾ ശരീരവും മനസ്സും അയഞ്ഞ് റിലാക്സ് ആവുന്നത് അറിയാൻ സാധിക്കും. അങ്ങനെ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞ് ഓരോ തവണ ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴും ഞാൻ വിശ്രമിക്കുകയാണ്, ഐ ആം റിലാക്സിങ് എന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് കഴിയുന്നത്ര സമയം ശവാസനയിൽ തുടരുക. ശരീരത്തിനും മനസ്സിനും പുതിയൊരു ഉണർവ് കിട്ടുക മാത്രമല്ല, നമ്മുടെ വേദനകളുടെ കാഠിന്യം കുറയ്ക്കാനും ശവാസനം നമ്മെ സഹായിക്കും. പപ്പര പരപര പേരയ്ക്ക ഒറ്റക്കാലൻ ചിറ്റപ്പ, എൻ്റെ പറമ്പിൽ തൂറണ്ട ചേട്ടൻ്റെ പറമ്പിൽ തൂറിക്കോ. വേസ്റ്റ് ഇടുന്ന കാര്യത്തിൽ പലപ്പോഴും നമ്മുടെ പോളിസി ഇതാണ്. ഈ വലിയ കാടിന് നടുക്കും വേസ്റ്റ് ഇടാൻ വേസ്റ്റ് ബോക്സ് വച്ചിരിക്കുന്നത് വലിയൊരു പാഠമാണ് നമുക്ക്. വേസ്റ്റ് മാനേജ്മെൻറ്റ് വലിയൊരു ഘടകമാണ്. ദാ ഇവിടെ നിന്നിട്ട് എനിക്കൊരു കളിസ്ഥലം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇനിയുള്ള സീന് കാണുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും പറയും, കളിസ്ഥലം കണ്ട് എക്സൈറ്റഡ് ആകാൻ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, ഒരു പറ്റിയ പ്രായം, വയസ്സ് കുറച്ചൊക്കെ ആയില്ലേ എന്ന്. പക്ഷേ ഇവിടെ എൻ്റെ പോളിസി ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ തന്നെയാണ്. മനസ്സിൽ കുട്ടിത്തം കൊണ്ട് നടക്കാൻ കഴിയുന്നത് ഒരു അനുഗ്രഹമാണ്. മനസ്സിൽ കുട്ടിത്തം സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ എന്നും സന്തോഷവും നാം എപ്പോഴും ക്രിയേറ്റീവുമായിരിക്കും. മറ്റുള്ളവരുമായിട്ട് വളരെ പെട്ടെന്ന് ചങ്ങാത്തത്തിലാവാനും നമ്മുടെ സുഹൃത്ത് വലയം വലുതാക്കാനും സാധിക്കും. മാനസിക സമ്മർദ്ദം കുറയും. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ച് തോറ്റുപോയാൽ ഓടിപ്പോയി ആത്മഹത്യ ചെയ്യുകയോ നിരാശയിലാണ്ട് പോവുകയോ ഒന്നും ചെയ്യില്ല. ഇത് കുട്ടികൾക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടേ 2-3 വലിയവരൊക്കെ നിൽക്കില്ല. ഇപ്പം ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. വീട്ടിൽ കുഞ്ഞുങ്ങളുള്ളപ്പോൾ ഈ പരിപാടി കുറച്ചുകൂടെ എളുപ്പമാണ് കേട്ടോ. നമ്മളും കുട്ടികളെ പോലെ ആയിത്തീരും. ഞാൻ പെട്ടെന്ന് നമ്മുടെ ലക്ഷ്മിക്കുട്ടിയെ ഓർത്തുപോയി. ലച്ചു ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ഇതിൻ്റെ അറ്റം വരെ വലിഞ്ഞു കയറിയേനെ. ഇപ്പോൾ എൻ്റെ ശരീരത്തിന് നല്ല വയ്യായ്കയുണ്ട്, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ടേ ഉള്ളൂ ബാക്കി. ഈ ഭാഗത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഞാൻ നമ്മുടെ പൂർവികരെ അനുസ്മരിച്ചു പോയി കേട്ടോ. ചാടിക്കളിക്കടാ കൊച്ചുരാമ, ചാടിക്കളിക്കടാ കൊച്ചുരാമ. മരം ചാടി കളിക്കുന്ന കുരങ്ങനെ പോലെ കുറച്ച് നേരത്തേക്ക് ഞാൻ എൻ്റെ മനസ്സിനെയും ചാടിക്കളിക്കാൻ അനുവദിച്ചു. എൻ്റെ ഒരു വീഡിയോയില്ലേ കഴിഞ്ഞ ദിവസം ഒരു ബ്രദർ ഒന്ന് കമൻറ്റ് ചെയ്ത്, വയ്യാത്ത ആ വീഡിയോയിൽ, വയ്യാത്തതെന്ന് പറഞ്ഞാൽ അതിന് ആദ്യത്തെ വീഡിയോയിൽ ഇതൊരു വേക്കപ്പ് കോളാണെന്ന്. ശരിയാണല്ലേ, ലൈഫ് നന്നായിട്ട് ആസ്വദിക്കാനുള്ള ഒരു വേക്കപ്പ് കോളാണ്. ഇത്രയും നാൾ ഇതൊക്കെ ഉണ്ടായിട്ട് ഞാനിതിൽ തൊട്ടുപോലും നോക്കിയിട്ടില്ല, കയറി പോലും നോക്കിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന എല്ലാ അവസരങ്ങളും നന്നായിട്ടത് യൂസ് ചെയ്യണം, എല്ലാം ആസ്വദിക്കണം, അറിയണം എന്ന കൂട്ടത്തിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വയ്യായിക എന്ന് പറഞ്ഞത് ഒരു വേക്കപ്പ് കോൾ തന്നെയാണ്. എനിക്കറിയില്ല കൂടുതൽ പോകാൻ പറ്റുമെന്ന്, കാരണം കൈക്ക് വേദനയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത ദിവസം Siéntate en la cuerda. Mete las pies por el mismo agujero los dos. Siéntate en la cuerda. Ahí. Mete los pies como antes, tío. Si no es igual. Los pies son അടുത്ത സീക്രട്ടാണ് സെൽഫ് മോട്ടിവേഷൻ. ഈ ലോകത്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മളെക്കാളും വലുത് ആരുമില്ല എന്ന സത്യം മനസ്സിലാക്കുക. നമ്മുടെ മുറിയുടെ വാതിൽ അകത്ത് നിന്ന് കുറ്റിയിട്ടാൽ അത് പുറത്തു നിന്ന് ഒരാൾക്ക് തുറക്കാൻ പറ്റില്ല. നമ്മൾ തുറന്നു കൊടുത്താൽ മാത്രമേ അത് സാധ്യമാകൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. നാം ഉള്ളിൽ നിന്ന് തുറക്കാതെ
പുറമേ നിന്ന് ആര് എത്ര ഉച്ചത്തിൽ കാഹളം മുഴക്കിയാലും ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. മനസ്സിൽ പറയുക, എൻ്റെ ജീവിതം എന്ന സിനിമയിലെ നായകൻ അല്ലെങ്കിൽ നായിക ഞാനാണ്. ഈ സിനിമ ട്രാജഡി ആക്കണോ, കോമഡി ആക്കണോ, അതോ സൂപ്പർ ഹിറ്റ് ആക്കണോ എന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ ശരീരം മൂവ് ചെയ്യേണ്ട ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോഴേ, നമ്മൾ ഈ വയ്യാതെ കിടക്കുന്നവരെയൊക്കെ കാണാൻ വിസിറ്റ് ചെയ്യാൻ നമ്മൾ പോകാറില്ലേ? ഒരുപക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും, ഒരുപക്ഷെ നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കും. അപ്പോൾ ഇവരെ കാണാൻ പോകുമ്പോൾ പൊതുവെ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ പോയിരുന്ന് അവരുടെ കൂടെ കുറേ വർത്തമാനം പറഞ്ഞ് അവരുടെ കൂടെ ആ മുറിയിൽ ഇങ്ങനെ കുനിക്കൂടി ഇരിക്കുകയാണ് ചെയ്യുന്നതല്ലേ. അതിന് പകരം നമുക്ക് ചെയ്യാവുന്ന ഒരു വലിയ കാര്യമാണ് അവരെയും കൊണ്ട് ഇതുപോലെ ഒന്ന് നടക്കാൻ, നല്ല ഫ്രഷ് ആയിട്ടുള്ള എയർ കിട്ടുന്നിടത്ത്, അധികം കാറും വണ്ടികളും ഒക്കെ ഇല്ലാത്തടുത്ത്, റോഡിൽ നിന്ന് മാറിയിട്ടുള്ള ഏതെങ്കിലും ഒരു വഴിയിൽ കുറച്ച് നേരം കൊണ്ട് നടക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നല്ല ബീച്ചിൽ അധികം ആൾത്തിരക്കില്ലാത്തടുത്ത് വേണം കേട്ടോ. കാരണം ഈ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം ആൾത്തിരക്കില്ലാത്ത ബീച്ചിൽ പോകാം. അതുപോലെ ബീച്ചിൽ കുളിക്കുന്നത് ഒരു വലിയ കാര്യമാണ് കേട്ടോ. കാരണം ഈ ഉപ്പ് വെള്ളത്തിന് നമ്മുടെ ശരീരത്തെ ക്ലെൻസ് ചെയ്യാൻ സാധിക്കും. ഞാനും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഓരോ കീമോ കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് ഫ്രഷായിട്ടുള്ള എയറുള്ള സ്ഥലം തിരക്കി പോവുമായിരുന്നു. കാരണം അറിയാമല്ലോ, ഞങ്ങൾ ഹോട്ടലിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എപ്പോഴും എനിക്കൊരു സഫക്കേഷനാണ്. കാരണം അവിടെ ആവശ്യത്തിന് ഗ്രീൻ ഇല്ലായിരുന്നു. ഹോട്ടലിൽ ഒരു മരം പോലും ഇല്ല, വലിയ ഹോട്ടലായിരുന്നു. അപ്പോൾ അവിടെ എപ്പോഴും എനിക്കൊരു സഫക്കേഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ കീമോ കഴിയുന്ന സമയത്തും ഞങ്ങൾ എവിടെയെങ്കിലും പോവുമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ അൽമേരിയിൽ പോകും. ബീച്ചുള്ള ഇടം തിരക്കിയാണ് പോകുന്നത് കേട്ടോ. അൽമേരിയിൽ പോവും, പിന്നെ ഇടയ്ക്ക് മർബയ്യയിൽ പോവും. അപ്പോൾ ഇവിടെയൊക്കെ പോയിട്ട് ബീച്ചിലോട്ട് ഇറങ്ങും, കടലിലോട്ട് ഇറങ്ങി ശരീരം നനയ്ക്കുമായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് ക്യൂർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഉപ്പ് വെള്ളം നമ്മളെ ശരീരത്തിന് ഒരുപാട് ഗുണപ്രദമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ബീച്ചിലോട്ട് പോവുക, നമ്മളെ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൊണ്ട് ബീച്ചിൽ പോവുക. ദേഹം മുഴുവനും നനച്ചില്ലെങ്കിൽ കൈയും കാലും ഇങ്ങനെ നനയ്ക്കുക. അതും അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കുറേ നേരം ഇരുന്ന് നന്നായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അല്ലാതെ നമ്മൾ കുറേ മുന്തിരിയും ഓറഞ്ചും ഹോർലിക്സും ഒക്കെ മേടിച്ചുകൊണ്ട് പോകുന്നതല്ല. അത് ഒരു വശത്തിരിക്കട്ടെ, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഹെൽപ്പ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അവരെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക, അവരെ വീണ്ടും പഴയവരെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുക. നമ്മളതിന് അവരെ തയ്യാറെടുപ്പിക്കുകയും ചെയ്യുക. നമ്മൾ കൂടെ നിൽക്കുക, നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം കൊടുത്ത് അവരുടെ കൂടെ നിന്ന് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുക. അടുത്ത സീക്രട്ടാണ് റീഡിങ് ബുക്സ്. ജീവിതത്തിൻ്റെ ദുർഘട വേളകളിൽ നമ്മൾ പലപ്പോഴും ഡിമോട്ടിവേറ്റഡ് ആയി പോവാറുണ്ട്, ചിരിക്കാൻ പോലും കഴിയാനാവാതെ. അപ്പോഴെന്താ ചെയ്യുക? പൊതുവെ എല്ലാവരും ബെഡിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങാറാണ് പതിവ്. ഒതുങ്ങിക്കോളൂ, പക്ഷേ കയ്യിലൊരു പുസ്തകം കൂടെ കരുതിക്കൊള്ളൂ. നല്ലൊരു പുസ്തകത്തിന് 100 സുഹൃത്തിൻ്റെ ഗുണം ചെയ്യാൻ സാധിക്കും. ചില സൗഹൃദങ്ങൾ ഒരു കാരണമില്ലാതെ ഇടയ്ക്ക് വെച്ച് നമ്മെ വിട്ടുപോകാറുണ്ട്, പക്ഷേ പുസ്തകങ്ങൾ അത് ചെയ്യില്ല. മാറിപ്പോ 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 ദൂരെ. ഏയ് 9 കിലോമീറ്റർ, ഇനി 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഞാൻ നന്നായിട്ട് തളർന്നിട്ടുണ്ട്. എന്നാലും ഒരു വാശിയാണ്, എനിക്ക് ഫിനിഷ് ചെയ്തേ പറ്റൂ. ഓ ഈശ്വര, താങ്ക് യു. ഇത്രയും ദൂരം തന്നെ നടക്കാൻ സഹായിച്ചില്ലേ. 1 കിലോമീറ്റർ കൂടെ പ്ലീസ് എന്നെ ഒന്ന് പുഷ് ചെയ്യൂ. നാം കുടുക്കയിൽ അല്ലെങ്കിൽ പേഴ്സിലിട്ട് കൂട്ടുന്ന കാശ്, ധനം മോഷ്ടിക്കപ്പെട്ടു പോയേക്കാം. പക്ഷേ വായനയിലൂടെ കിട്ടുന്ന സമ്പത്ത് ഒരു കള്ളനും കവർന്നെടുക്കാനോ മോഷ്ടിക്കാനോ കഴിയില്ല. കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു വച്ചിട്ടുണ്ട് വായനയെക്കുറിച്ച്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. നിറയെ സെൽഫ് മോട്ടിവേഷൻ നൽകുന്ന നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുക. ഇടയ്ക്ക് വെച്ച് തളർന്നു നിന്ന് പോകുന്ന നമ്മുടെ ശരീരവും മനസ്സുമാകുന്ന വാഹനത്തിന്
നല്ല ഇന്ധനമാണ് നല്ല പുസ്തകങ്ങൾ. അവ നമ്മുടെ മനസ്സിൻ്റെ നിലവാരമുയർത്തി സ്വഭാവത്തിൽ പ്രകടമായ മാറ്റം വരുത്തും. നമുക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് അംഗീകരിക്കാൻ സാധിക്കാത്ത മനസ്സാണ് പ്രശ്നങ്ങളെ വഷളാക്കുന്നത്. ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്താൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വരാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെല്ലാം മനുഷ്യരാണെന്നും എല്ലാ മനുഷ്യർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന സത്യം അംഗീകരിച്ചേ മതിയാവും. അങ്ങനെ അംഗീകരിച്ചാലേ മാറ്റത്തിന്റെ വഴികൾ നമുക്ക് തുറന്നു കിട്ടൂ. അവസാന നിമിഷം കൊണ്ട് ഇട്ട് കളയുമ്പോൾ ഒരു പേടി, നല്ല ക്ഷീണമുണ്ട്. It's okay. Just few more steps. It'll be all right. Well done. ഈ സ്ഥലത്തിന് മിരാദോർ എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് മാഡ്രിഡിൻ്റെ ഭംഗി കണ്ട് ആസ്വദിക്കാനുള്ള പ്ലേസാണ് ഇത്. ചുറ്റും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ. എന്ത് രസമെന്ന് നോക്കിയേ. ഹായ് ദൈവമേ. അതെ, അതാ ആ കാണുന്ന പാലസ് കേട്ടോ. എത്ര തളർന്നാലും ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ വല്ലാത്ത എനർജി തന്നെയല്ലേ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? നമുക്ക് പെട്ടെന്ന് തളരാൻ മനസ്സ് വരില്ല. എന്താണെന്നറിയാമോ? നമ്മുടെ ചുറ്റും കാണുന്നത് നല്ല പ്രായമുള്ളവർ പോലും ഇരുന്ന് എക്സസൈസ് ചെയ്ത് കാണുമ്പോഴേ നമുക്ക് എങ്ങനെ തളരാൻ പറ്റുന്നത്? ഇതേ അനുഭവം തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്മിക്കുട്ടിയെ പ്രസവിക്കാൻ പോയപ്പോൾ. എൻ്റെ ലക്ഷ്മിക്കുട്ടി ഇവിടെ മാഡ്രിഡിലാണ് ജനിച്ചതേ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴും പ്രസവം കഴിഞ്ഞ് അടുത്ത ദിവസം മുതൽ അമ്മമാർ കുഞ്ഞുങ്ങളെ എടുത്തിട്ടുണ്ടെങ്കിൽ നടക്കുകയാണ്. ഇത് കണ്ടപ്പോൾ എന്ത് അതിശയമെന്നറിയാമോ? കാരണം നമ്മുടെ നാട്ടിലെ സിദ്ധാർത്ഥിൻ്റെയൊക്കെ നാട്ടിലാണ് പ്രസവിച്ചത്. പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 3 മാസത്തേക്ക് അനങ്ങില്ല, തൊടില്ല. 3 മാസത്തേക്കെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടി പോയിട്ടുണ്ടാവും. കാരണം 3 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ജോലിക്ക് പോയി. പക്ഷെ എന്നാലും ആദ്യത്തെ കുറേ ദിവസങ്ങൾ നമ്മളധികം മൂവ് ചെയ്യാറില്ല നമ്മുടെ ബോഡി. നമ്മളിങ്ങനെ അനങ്ങി ഞാനങ്ങനെയാണ് കേട്ടോ. എനിക്ക് പേടിയായിരുന്നു. എല്ലാത്തിനും ഇങ്ങനെ വളരെ പതിയെയാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കറിയില്ല ആ സമയത്ത്. പക്ഷെ ഇവിടെ ഡോക്ടേഴ്സ് പറയുന്നത് പ്രസവം കഴിഞ്ഞാൽ എഴുന്നേറ്റ് അങ്ങ് നടന്ന് പോയിക്കോളാന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കാണുന്നത് കൊണ്ട് തന്നെ നമുക്കും വല്ലാത്ത ഇൻസ്പിറേഷൻ. നമുക്ക് കിട്ടാൻ പറ്റുന്ന എന്താണ് നല്ല കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു പോളിസിയാണ് ഞങ്ങളുടേത്. കിട്ടുന്ന നല്ലത് അതിനിപ്പോൾ എവിടെ നിന്നൊക്കെയാണോ നമുക്ക് പഠിക്കാൻ കിട്ടുന്ന അവസരം കിട്ടുന്നത്, അതിപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിൽ നിന്നായാലും പഠിക്കുക എന്നതാണ് ഞങ്ങളുടെ പോളിസി. അപ്പോൾ അതുകൊണ്ട് എവിടെ നിന്നൊക്കെ നല്ല കാര്യങ്ങൾ പഠിക്കാൻ കിട്ടുമോ അതൊക്കെ ഞങ്ങൾ പഠിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ KSRTC ബസ്സിൽ കയറിയാണ് നേരെ വീട്ടിലോട്ട് പോയത്. ഞങ്ങൾ ടാക്സി വിളിക്കാൻ പോയില്ല. ആ സമയത്ത് കാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബസ്സിൽ കയറി സുഖമായിട്ട് വീട്ടിൽ പോയി. അപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാശില്ലെന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ കാശ് ഒപ്പിച്ച് ടാക്സി വിളിച്ചേ നമ്മൾ യാത്ര ചെയ്യാറുള്ളൂ. ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ടാവും എന്നത് ഉറപ്പ് തന്നെയാണ്. ഞാൻ ഇറങ്ങി തുടങ്ങി. പക്ഷേ കയറുന്നതിൻ്റെ അത്ര ബുദ്ധിമുട്ടല്ല കേട്ടോ ഇറക്കം. പിന്നെ മനസ്സ് ഇപ്പോൾ ഫിനിഷിംഗ് പോയിന്റിലെത്തും എന്ന ത്രില്ലിലുമാണ്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം വേദനകളൊന്നും ഞാൻ അറിയുന്നില്ല, ഞാനെല്ലാം മറന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇനി മുതൽ പ്രസവിച്ചിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി പോകണമെന്നല്ല. നമ്മുടെ നാട്ടിലെ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി പോകണ്ട കേട്ടോ. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ആരെങ്കിലും ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ പ്രസവം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇനി അനങ്ങരുത് തുടരുത് എന്നൊന്നുമില്ല. ഇപ്പോൾ ഡോക്ടർ ചിലരുടെ കാര്യങ്ങളിൽ പറയും ബെഡ് റെസ്റ്റ് പറയാറുണ്ട്. അങ്ങനെയുള്ളവർ മാത്രം ബെഡ് റെസ്റ്റ് എടുത്താൽ മതി. ബാക്കിയുള്ളവർ ബോഡി മൂവ് ചെയ്യുക,
നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് എന്താണ്, നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പഴയ കാലത്ത് എന്തുമാത്രം പ്രസവിച്ചിട്ട് അടുത്ത ദിവസം ഒരു കൂളായിട്ട് എഴുതി കിടക്കുന്നല്ലേ. ഇപ്പോൾ ഈ വരുന്ന പുതിയ തലമുറയിൽ നമുക്ക് അത് നമ്മുടെ തെറ്റുമല്ല, നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ ചെയ്യുന്നത്. നമ്മുടെ അമ്മമാരൊക്കെ തന്നെയാണ് നമ്മളിങ്ങനെ ആക്കിയത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ നമ്മുടെ ശരീരമാണ്, നമ്മുടെ ആരോഗ്യമാണ്, നമ്മുടെ ജീവിതമാണ്. അപ്പോൾ എഴുന്നേറ്റ് നടക്കുക, പറ്റുന്ന ചെറിയ ചെറിയ ബോഡി മൂവ് ചെയ്യാൻ പറ്റുന്ന ഏത് രീതിയിലാണോ മൂവ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുക കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഡാൻസ് ചെയ്യുക, മ്യൂസിക് ഇട്ട് എന്നോട് ഡാൻസ് ചെയ്യുക. നല്ല എക്സസൈസ് കേട്ടോ. മ്യൂസിക് കേൾക്കുമ്പോൾ മനസ്സിനും ഒരു കുളിരായിരിക്കും, ബോഡി മൂവ് ചെയ്യുമ്പോൾ ശരീരത്തിനും കുളിരായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ ഒരു റൊമാൻറ്റിഫിക്കേഷൻ. അവസരം കിട്ടുമ്പോഴൊക്കെ വീടിൻ്റെ 4 ചുവരുകളിൽ നിന്ന് ഒന്ന് പുറത്തേക്കിറങ്ങുക. കൂപമണ്ഡൂകങ്ങളായി ഈ കിണർ തന്നെയാണ് ലോകമെന്നും എനിക്കറിയാവുന്നത് മാത്രമാണ് ശരി എന്നും കരുതിയാൽ വിഡ്ഢിയായി മാറുന്നത് നാം തന്നെയാണ്. പുറത്തിറങ്ങി ലോകം എത്ര വിസ്തൃതമാണെന്ന് കാണുക. ചുറ്റുമുള്ള കാഴ്ചകളിൽ നിന്നും ആളുകളിൽ നിന്നും കണ്ടും കേട്ടും അറിഞ്ഞും പഠിക്കാൻ ശ്രമിക്കുക. ശരിയാണ്, ചികിത്സാ സമയത്ത് പ്രത്യേകിച്ച് വേദനകൾ കാണും, മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ കാണും, മനസ്സിൽ മടിയുടെ കടുംപിടുത്തം ഉണ്ടാവും. നമ്മുടെ ഇച്ഛാശക്തി ഉയർത്തെഴുന്നേൽക്കേണ്ട കാലമാണിത്. ഇനിയെങ്കിലും നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരിക്കലും ഉയർന്നു വരാൻ കഴിയാത്ത വിധം നമ്മൾ വീണുപോകും. ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടമാണിത്. ഈ പരീക്ഷ നമുക്ക് ജയിക്കാനായാൽ മറ്റെന്ത് പ്രതിബന്ധങ്ങളും നമ്മൾ അനായാസം ചാടിക്കടക്കും. ഈ കാലഘട്ടം നമ്മെ പഠിപ്പിച്ചത് ചില്ലറയൊന്നുമല്ല. ഈ കാലഘട്ടത്തിൽ നമ്മൾ നേടിയ തിരിച്ചറിവുകളും നിരവധിയാണ്. ഇനി നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത് നമ്മുടെ 2ാം ജന്മത്തിലേക്കാണ്. പുതിയൊരു വാശിയോടെ, പുതിയൊരു ലക്ഷ്യബോധത്തോടെ നമുക്ക് പുനർജനിക്കണം. മനസ്സിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന പുതിയൊരു ശരീരം നമുക്ക് വാർത്തെടുക്കണം. ബോധപൂർവമായ ഒരു പുനഃസൃഷ്ടി ഇന്നേ തുടങ്ങണം. നാളത്തേക്ക് മാറ്റിവെക്കാൻ ഇനി നമുക്ക് സമയമില്ല. കാരണം മാറ്റിവെക്കൽ തോൽക്കാനുള്ള തയ്യാറെടുപ്പ് മാത്രമാണ്. ഉണരുക, നിങ്ങൾക്ക് കഴിയുന്നതൊക്കെ ചെയ്യുക. ഈ തടാകത്തിലെ താറാവുകൾ നീന്തി കളിക്കും പോലെ നമുക്കും ആനന്ദത്തിൽ നീന്തി കളിക്കാനാവും. നമ്മുടെ മനസ്സിനെ അതിനായി തയ്യാറാക്കിയാൽ മാത്രം മതി. അല്പം പോലും വിചാരിച്ചില്ല കേട്ടോ. ഇറങ്ങി പുറപ്പെട്ടെന്നേ ഉള്ളൂ. 10 കിലോമീറ്റർ നടക്കാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചല്ല. സന്തോഷം കൊണ്ടാണ് കേട്ടോ, വേറെ വിചാരിക്കരുത്. എനിക്ക് നടക്കാൻ പറ്റി. താങ്ക്സ് ഗോഡ്, താങ്ക് യു. നമ്മളിപ്പോൾ കൃത്യം 10 കിലോമീറ്റർ കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. ദേ ഇങ്ങനെ ഈ ഫിനിഷിംഗ് പോയിന്റിൽ ഒരാൾ കൈവരിച്ച് നിൽക്കാറുണ്ടെങ്കിൽ 10 അല്ല, നമ്മൾ അതിൽ കൂടുതൽ നടക്കും അല്ലേ. ഇതാണ് തമാശ. നടന്നപ്പോൾ ആവേശത്തിൽ അങ്ങ് നടന്നു. ഇപ്പോൾ വീട്ടിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെ ആയില്ലേ. ഇനി തിരിച്ച് നടക്കാൻ വയ്യ. വണ്ടി പിടിക്കാതെ വേറെ ഒരു മാർഗവുമില്ല. എങ്കിലും നടത്തം ഇവിടെ തീർന്നില്ല കേട്ടോ. ഈ ട്രെയിൻ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താൻ ഇനിയും ഒരുപാട് നടക്കണം. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളല്ലേ. വേദനയിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമ്പോഴല്ലേ ജീവിതത്തിന് പുതിയൊരു ഉണർവ് വരുന്നത്. നമ്മൾ ഇപ്പോഴും നാഡിഡിലെ പ്രസിദ്ധമായ പ്രിൻസിപ്പെ പിയോ എന്ന സ്റ്റേഷനിലാണ് കേട്ടോ. ഇനി കുറച്ചു നേരം സുന്ദരിയെ കാത്ത് നിൽപ്പാണേ. അപ്പോൾ ഈ യാത്രയിൽ എന്നോടൊപ്പം വന്ന് എന്നെ കേട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ പ്രിയരോട് മനസ്സ് നിറയെ സ്നേഹം. നമുക്ക് വീണ്ടും കാണാം.
അങ്ങനെ നമ്മൾ നമ്മുടെ വീടിൻ്റെ പടിക്കലെത്തിയപ്പോൾ 13 കിലോമീറ്ററായി.